ഹായ് ഗൈസ്, കുട്ടിപ്പാറയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് പാലക്കാടിൻ്റെ തന്നെ അഭിമാനമായ 33 മണിക്കൂറും 28 മിനിറ്റും റെക്കോർഡ് ടൈം കുറിച്ചിരിക്കുന്ന ഇബ്രാഹിം പേഴുങ്കരയുടെ ലോഫ്റ്റ് വിസിറ്റ് ആണ്. പുള്ളിയുടെ പ്രാവുകളെയും 33 പറപ്പിച്ചതിൻ്റെ അനുഭവങ്ങളും അദ്ദേഹത്തിൻ്റെ ട്രെയിനിങ് രീതികളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായി തന്നെ കാണുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ തന്നെ കുട്ടിപ്പറവ എന്ന് പറയുന്ന ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് ഇബ്രാഹിം പേഴുങ്കരയുടെ ലോഫ്റ്റിലേക്കാണ്. അപ്പോൾ ബൈക്ക ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ നിങ്ങളെ കുറിച്ചിട്ട് കൊടുക്കാവോ? എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇബ്രാഹിം പേഴുങ്കര, പാലക്കാട്. എന്താണ് ഒരു 33 മണിക്കൂറും 28 മിനിറ്റും ഒരു റെക്കോർഡ് ടൈം തന്നെ കുറിക്കാൻ സാധിച്ചിട്ടുണ്ട്. പഠിച്ചുകൊണ്ട് ഒരു വലിയൊരു എന്താ പറയുക, വലിയൊരു അനുഗ്രഹം കിട്ടി. കുറേ കാലത്തെ ആഗ്രഹമാണ് അത്. എന്താ പറയുക, 2024 അൽഹംദുലില്ലാ വലിയ റാഹത്തായി. നല്ലൊരു പറവ 2 ടൂർണമെൻറ്റിൽ 3 ടൂർണമെൻറ്റാണ് വിട്ടത്. അതിൽ 2 ടൂർണമെൻറ്റ് നമുക്ക് ഉൾപ്പെടാൻ പറ്റി. ഒന്ന് നമ്മുടെ ഡിസ്ട്രിക്ട് റോയൽ ഗോപി മെമ്മോറിയൽ, ഒന്ന് വന്നിട്ട് ശിവം പഞ്ചിക്ക മെമ്മോറിയലിലെ ഒരു ടൂർണമെൻറ്റാണ്. രണ്ടും 33 മണിക്കൂർ 28 മിനിറ്റും വൈകുന്നേരം 4:28 വരെ പറന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പറവ എന്ന് പറയുന്നത് വലിയൊരു ടൈമിലേക്ക് നമുക്ക് എത്താൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കഴിഞ്ഞ ഒരു 8-9 വർഷത്തോളമായിട്ട് മുംബൈക്ക് പാലക്കാട് ടൂർണമെൻറ്റുകളിലൊക്കെ ഒരുപാട് ടൈമുകൾ ഇട്ടുകൊണ്ട് വരുന്നുണ്ട്. 20 മണിക്കൂറോളം. ഇതിന് മുമ്പത്തെ റെക്കോർഡ് എന്ന് പറയുന്നത് 21 മണിക്കൂറും 38 മിനിറ്റുമാണ്. അപ്പോൾ അതിൽ നിന്നും 33 മണിക്കൂർ 28 മിനിറ്റിലേക്കും എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊരു ട്രെയിനിങ് പാറ്റേണിൽ എന്തെങ്കിലും മാറ്റങ്ങളോ അങ്ങനെ എന്തെങ്കിലും വരുത്തുക, അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ട്രെയിനിങ് പാറ്റേണിൽ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. പറത്തുമ്പോൾ കൂടെ അനിയനും ഉണ്ടാവും. അപ്പോൾ ഇല്ല, അവൻ കച്ചവടത്തിന് പോയി. അപ്പോൾ കൂടെ അനിയനും ഉണ്ടാവും. അവനാണ് കൂടുതൽ പറത്തണ സമയത്ത് സഹായിക്കുന്നത്, അവനാണ്. പിന്നെ അവൻ പറത്തണ പ്രാവിനെ നമ്മൾ തൊടുവില്ല, ഞാൻ പറത്തണ പ്രാവിനും അവനും തൊടില്ല. അത് ഞങ്ങളുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോണതാണ്. പിന്നെ ട്രെയിനിങ് മെത്തേഡൊന്നും മാറ്റിയിട്ടില്ല. ഒരേ ട്രെയിനിങ് മെത്തേഡ് തന്നെയാണ്. 21 മണിക്കൂർ പറന്ന പ്രാവ് തന്നെയാണ് 33 മണിക്കൂറും പറന്ന ഒരേ പ്രാവ് തന്നെ. 2 വർഷം മാത്രമേ ഉള്ളൂ. കുഴപ്പമൊന്നുമില്ല. അതും ട്രെയിനിങ് മെത്തേഡൊന്നും നമ്മൾ മാറ്റിയിട്ടില്ല. നമ്മുടെ ഇല്ലല്ല, ഒന്നും ചെയ്തിട്ടില്ല. ഇതേ തന്നെയാണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തെന്നെയാണോ അതിൻ്റെ തന്നെ ചെയ്തിട്ട് പോയി, അത് തന്നെ ചെയ്തിട്ട് പോയിട്ടുള്ളൂ. മറ്റേ ട്രെയിനിങ്ങിന് എങ്ങനെയാണ് സ്റ്റാർട്ടിങ്? ഇപ്പോൾ ഒരു ചിക്കൊക്കെ എടുത്തിട്ട് നമ്മൾ പറത്തി തുടങ്ങുമല്ലോ, രാവിലെ നിന്ന് നൈറ്റൊക്കെ പിടിപ്പിക്കുന്നതൊക്കെ എങ്ങനെയാണ് ഇവിടെ? നമുക്ക് ട്രെയിനിങ് എന്ന് പറയുന്നത് നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന രീതിയാണ്. നമ്മൾ തുറന്നു വിടും പ്രാവുകളെ രാവിലെയും വൈകുന്നേരം പുറത്ത് വിട്ടിട്ടാണ് തീറ്റ കൊടുക്കുന്നത്. നമ്മുടെ ദിനചര്യ പരിപാടി അതാണ്. തുറന്നു വിട്ട് നമ്മളിപ്പോൾ ഏകദേശം മെയ് മാസം ആകുമ്പോഴേക്ക് ചിറകാവും. ഏപ്രിൽ പകുതിയിൽ വിഷു കഴിഞ്ഞാൽ ചിറക് വലിച്ചു വിട്ട് ചിറകൊക്കെ ഫുള്ളാക്കി അതിന് മുമ്പ് വിലക്ക് കൊടുത്ത് പിന്നൊക്കെ മുക്കി കാര്യങ്ങളൊക്കെ ചെയ്യും. അതെല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുപോലെയൊക്കെ ചെയ്ത് വെക്കും. പിന്നെ ധാരാളം പ്രാവുകളെ ചിറകൊക്കെ വലിച്ചു വിട്ട് ചിറകായ മെയ് മുഴുക്ക ഏകദേശം മെയ് 20-25 വരെ നമ്മൾ പ്രാവുകളെ ഇതേപോലെ തുറന്നു വിടും. അപ്പോൾ അവർക്ക് വേണ്ടത് എഴുന്നേൽക്ക് പറക്കും, പോകാനുള്ളത് പോകും, വരാനുള്ളത് വരുമെന്ന് പറഞ്ഞ പോലെ ഒക്കെ പോകും. അധികം പോകാറില്ല, പ്രാവല്ലേ, പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവർക്ക് തുറന്നു വിട്ട് അവർക്ക് ധാരാളം. അപ്പം നമ്മൾ ഇങ്ങനെ തുറന്നു വിട്ട് ഏകദേശം
ജൂൺ 1-ാം തീയതി വരെ നമ്മളിതിങ്ങനെ പുറത്ത് വിട്ടിട്ട് നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ഇന്ന പ്രാവുകൾ പറക്കുന്നുണ്ട്, ഇന്ന പ്രാവുകൾ എടുക്കുക, ഇന്ന പ്രാവുകൾ കണ്ടീഷനാണെന്ന് നമ്മുടെ പ്രാവുകളല്ല അപ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പം മനസ്സിലാണ്. അപ്പോൾ ആ സമയം മുതൽ ഏകദേശം ഒരു ജൂൺ 5 മുതലൊക്കെ നമ്മൾ പറത്താനായിട്ട് വരും. അപ്പം നമ്മൾ കാലത്ത് നേരത്തെ വിടും, ഒരു 6 മണിക്ക് 7 മണിക്ക് പ്രാവ് വിട്ട് കഴിഞ്ഞാൽ ഏകദേശം 2 മണി വരെ പ്രാവുകൾ പറക്കും. ഉച്ച വരെ പറക്കും. അതിനുശേഷം നമ്മളവിടെ തുറന്നു വിട്ട് തീറ്റ കൊടുത്ത് അടച്ച് വെക്കും. ഇങ്ങനെ ഒരു 3-4 ദിവസം തുടർച്ചയായി ചെയ്യും. അപ്പോൾ ഏകദേശം ഒരു 8 മണിക്കൂർ 10 മണിക്കൂർ ഡെയിലി വിടും പ്രാവുക്കളെ. പറത്താനുള്ള പ്രാവുക്കളെ നമ്മൾ ഡെയിലി വിട്ട് അവർക്ക് എത്ര ബ്രീത്തിങ് കപ്പാസിറ്റി ഉണ്ട്, എത്രത്തോളം അവർ നിൽക്കും പറക്കും എന്നൊക്കെ അറിയും. അപ്പോൾ തീറ്റയും വെള്ളമൊന്നും കൊടുക്കാറില്ല, പച്ചവെള്ളം കൊടുക്കാറില്ല, ഒന്നുമില്ല. അവർക്ക് ഡ്രൈ ആയിട്ട് തന്നെ വിടുള്ളൂ. അപ്പോൾ നമ്മൾ സ്വയം തിന്നണം. അപ്പോൾ അവർക്ക് റെഡിയാണ് എടുക്കാമെന്ന് തോന്നുന്ന സമയത്ത് നമ്മൾ എന്താട്ടും ആ പ്രാവുകളെ കറക്റ്റ് ചെയ്തിട്ട് പിന്നെ അവിടെ അവരുടെ നേരെ തിരിക്കും. വൈകുന്നേരം വിടും, 6 മണി ശേഷം വിടും. 6 മണിക്ക് ഈർട്ടത്ത് പറക്കണമല്ലോ, ഈർട്ടത്ത് പറക്കണം, ഈർട്ടത്ത് അരിക്കണം. അപ്പോൾ നമ്മൾ ഈർട്ടത്ത് പറത്തുന്ന സമയത്ത് 6 മണിക്ക് വിടും, 6-6:45 വിടുന്ന സമയത്ത് നമുക്ക് ഏകദേശം പ്രാവുകൾ നെറ്റ് മിസ്സാകാറില്ല. എന്നാലും 1-2 മിസ്സാവും. അത് പിറ്റേ ദിവസമൊക്കെ വരികയൊക്കെ ചെയ്യും. അപ്പോൾ മിസ്സാകുന്ന സമയത്ത് നമ്മളതിന് ഇത് ഇത്ര കപ്പാസിറ്റി ഉണ്ട്, അല്ലെങ്കിൽ അത് മിസ്സാകാറില്ല. കാരണം സ്ഥിരമായി രാത്രി തുറന്നു വിട്ട് ശീലമുള്ളതുകൊണ്ട് അവർക്ക് പരിസരം നല്ല ഓർമ്മയുണ്ടാവും. അപ്പോൾ ഈ 6-7 മണിക്കൂർ അവർ ഒറ്റയടിക്ക് പറന്ന് ശീലമുള്ള പ്രാവുക്കളാണ്. അപ്പോൾ നമ്മൾ ഈ 6 മണിക്ക് 7 മണിക്ക് വിടുമ്പോൾ അവർ പറക്കുന്നത് 12 മണി വരെയൊക്കെ പറക്കും. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യണം. പ്രാവ് എവിടെയും പോവില്ല. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ 12 മണി 2 മണി വരെ വെയിറ്റ് ചെയ്തിട്ട് പ്രാവ് വന്നു പോരും. അപ്പോൾ ചിലപ്പോൾ നമ്മൾ കൃത്യനിഷ്ഠയായിട്ട് സമയത്തിനൊന്നും കാണില്ല, എന്നാലും പ്രാവ് വന്നു പോകുന്നത് വരും. അപ്പോൾ നമ്മൾ തുറന്നു വിട്ട് പ്രാവുകളൊക്കെ തീറ്റ വിട്ട് അടയ്ക്കാൻ നേരത്തെ 2 മണിയാകുമ്പോഴേക്കും പ്രാവുകൾ വന്നിരിക്കും. അപ്പോൾ ഏകദേശം അങ്ങനെ ഒരു 3-4 ദിവസം തുടർച്ചയായി ചെയ്യും, ഒരാഴ്ചയോളം തുടർച്ചയായി ചെയ്യും. അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ പ്രാവ് രാത്രി കണ്ടീഷൻ കറക്റ്റാണ്, രാത്രി സമയത്തിന് കറക്റ്റാണ്, അവർക്ക് കുഴപ്പമില്ല, രാത്രി പേടിയില്ല എന്നൊക്കെ തോന്നുന്ന കണക്കാക്കും. നേരത്തെ നമ്മൾ പിന്നീട് നേരെ ട്രെയിനിങ്ങിന് ഫുഡ് കൊടുത്ത് അവർക്ക് വേണ്ട ആരോഗ്യമൊക്കെ കൊടുത്ത് നേരെ വിടുന്ന് രാത്രി ഒരു 7 മണിക്ക് വിടും. 7 മണിക്ക് വിട്ട് 2 മണി ശേഷം രാത്രി 7 മണിക്ക് വിട്ട് 2 മണി ശേഷം പ്രാവ് തുറന്നു വിടുള്ളൂ. തുറന്നു വിട്ട് നമ്മൾ പ്രാവിനെ ഇറക്കി ഇത് 1.5 ചെയ്യും. ചിലപ്പോൾ ആ ഗ്യാപ്പ് വിട്ട് 1.5 ഒരു ദിവസം റെസ്റ്റ് കൊടുത്ത് ഒരു ദിവസം അങ്ങനെ ചെയ്യും. അപ്പോൾ നമുക്ക് പ്രാവ് ഗ്യാപ്പുള്ള ദിവസം മറ്റുള്ള പ്രാവുകളിലും കയറും, മാറ്റിയിട്ട് വിടും. അതായത് ഒരു ദിവസം 4-5 പ്രാവ് വിടും, പിറ്റേ ദിവസം അതേ 4-5 പ്രാവ് ഉണ്ടാവും. ഞാൻ അങ്ങനെ പ്രാവുകൾ ധാരാളം എടുക്കും. നമുക്ക് 10-15 പ്രാവിൻ്റെ മേലെ പറത്താൻ തന്നെ എടുക്കും. അങ്ങനെ 15 പ്രാവുകൾ എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഈ 4-5 പ്രാവുകളായിട്ടാണ് വിടുക. പിറ്റേ ദിവസം അതേപോലെ ഉണ്ടാവും. അങ്ങനെ വിട്ടുകൊണ്ടിരിക്കും. അവർ ഏകദേശം ഒരു 10-15 മണിക്കൂർ വരെ പറക്കും. അപ്പോൾ ഈ 7 മണി എന്നുള്ളത് അവസാനം 2 മണി 3 മണി ബാക്കിലേക്ക് വരും, ഇറക്കി വരും. അത് പ്രാവിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ എന്ന് പറയാം. അപ്പോൾ നമുക്ക് ഡേറ്റ് നോക്കും നമ്മുടെ. അപ്പോൾ 7 മണിക്കൂർ 8 മണിക്കൂറൊക്കെ ആകുമ്പോൾ അപ്പോൾ എന്തെങ്കിലും ഫുഡിൽ മാറ്റങ്ങളോ അങ്ങനെ? അപ്പോൾ നമുക്ക് പ്രാവിൻ്റെ ഹെൽത്ത് ഫുഡ് പോരാ, അപ്പോൾ അവർക്ക് വേണ്ട ഫുഡ് കൊടുക്കണം, അതിന് നമ്മൾ ചെയ്യണം. അത് അധികം കൊടുക്കാറില്ല, നിരക്കടല, പച്ചക്കടല. അതൊക്കെ എപ്പോഴാണ്? ഒരു 7 മണിക്കൂർ 8 മണിക്കൂർ 10 മണിക്കൂർ ശേഷമാണ് നമ്മൾ ഈ കൈ ഫുഡ് കൊടുക്കുള്ളൂ. അതുവരെ പ്രാവുകളുടെ ഹെൽത്തിൽ തന്നെ പറക്കണം. അത് നമ്മൾ അറിയണമല്ലോ, ഈ പ്രാവ് എത്രത്തോളം ബ്രീത്തിങ് കപ്പാസിറ്റി ഉണ്ട്, എത്രത്തോളം വിശപ്പ് താങ്ങി പറക്കും, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയ ശേഷമാണ് നമുക്ക് ഫുഡ്. ചില പ്രാവുകൾക്ക് ധാരാളം ഫുഡ് വേണം, ചില പ്രാവുകൾക്ക് ഫുഡ് വേണ്ട. അപ്പോൾ എല്ലാ പ്രാവിനും ഒരേ രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റില്ല. ഒരേ രീതിയിൽ കൈകാര്യം ചെയ്യാൻ. പ്രാവ് എന്താണ്, പ്രാവിൻ്റെ കണ്ടീഷൻ എന്താണ്, പ്രാവിൻ്റെ മനസ്സെന്താണ്, നമ്മളും പ്രാവും തമ്മിലൊരു കെമിസ്ട്രി വർക്ക് ചെയ്യും. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ പിന്നെ കൊണ്ടു നടക്കുക. അതൊരു 15 മണിക്കൂർ വരെ കറക്റ്റായിട്ട് നമ്മൾ, അപ്പോൾ അതുവരെ ബദാമ്പ് കാര്യങ്ങൾ ഒരു 4-5 കൊടുക്കും. അതിനനുസരിച്ച് പിന്നീട് നമ്മുടെ പ്രാവിൻ്റെ ഹെൽത്ത് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പിന്നീടുള്ളത്. നമ്മുടെ പ്രാവുക്കളായതുകൊണ്ട് നമുക്ക് എത്ര മണിക്കൂർ പറക്കും ഇന്നതൊക്കെ രീതി എന്ന് അറിഞ്ഞതുകൊണ്ട് നമുക്ക് എന്താണ് പ്രാവിൻ്റെ എപ്പോഴും പ്രാവ് വിടുമ്പോൾ ആരോഗ്യം കറക്റ്റായിരിക്കും. അപ്പം നമ്മൾ ചിലപ്പോൾ 15 മണിക്കൂർ ഉദ്ദേശിച്ച് പറഞ്ഞാൽ ചിലപ്പോൾ അത് 20 മണിക്കൂർ പറഞ്ഞിട്ടാണ് പ്രാവ് ഇരിക്കുക. 15 മണിക്കൂർ ശേഷം നമ്മൾ 2 ദിവസം റെസ്റ്റ് കൊടുക്കും. 2 ദിവസം റെസ്റ്റ് കൊടുക്കും, 3 ദിവസം റെസ്റ്റ് കൊടുക്കും. അത് നമ്മൾ പ്രാവിൻ്റെ ആവശ്യം എന്താണോ, അത് ഞാൻ നേരത്തെ പറയാതെ പ്രാവിനെ എല്ലാം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ പ്രാവിൻ്റെ എല്ലാം നമ്മൾ മനസ്സിലാക്കിയ ശേഷമാണ് നമുക്ക് ഇതിൻ്റെ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. ചിലപ്പോൾ ഒരു ദിവസം റെസ്റ്റ്, ഇന്നലെ 15 മണിക്കൂർ പറഞ്ഞ പ്രാവ് നമ്മൾ 2 ദിവസം റെസ്റ്റൊക്കെ കൊടുത്തിട്ട് പ്രാവ് ചിലപ്പോൾ അന്നത്തെ ദിവസം എന്തെങ്കിലും ട്രബിൾ കാണിച്ചിട്ട് വിട്ട ശേഷമോടെ നമുക്കറിയാം, വിട്ട ശേഷം കയ്യിൽ നിന്ന് വിട്ട ശേഷം അറിയാം. അപ്പം നമ്മളതിനെ എത്ര മണിക്കൂർ പറഞ്ഞല്ലേ പറക്കട്ടെ എന്ന് പറഞ്ഞ് വിടാൻ പാടില്ല. അപ്പം നമ്മൾ പ്രാവിനെ സേഫ്റ്റി ചെയ്യാം. അപ്പോൾ അതിന് അപ്പം തന്നെ അല്ലെങ്കിൽ പ്രാവിൻ്റെ കണ്ടീഷൻ പറക്കുമ്പോൾ തന്നെ അറിയും. അപ്പം നമ്മൾ തന്നെ അത് 15 മണിക്കൂർ പറക്കട്ടെ
ചിലപ്പോൾ കാലാവസ്ഥ മോശമായിരിക്കും, ചിലപ്പോൾ നല്ല മഴയായിരിക്കും. ഇവിടുത്തെ പാലക്കാടത്തെ കാലാവസ്ഥ അറിയാലോ, നല്ല മഴയാണെങ്കിൽ മഴ, കാറ്റാണെങ്കിൽ അതേപോലെ. പാലക്കാടിനെ സംബന്ധിച്ചോളം ക്ലൈമറ്റ് നിശ്ചയിക്കാനേ കഴിയില്ല. ഓരോ ദിവസവും ഓരോ പോലെയാണ്, ഓരോ മണിക്കൂറിനും ഓരോ പോലെയാണ് മാറിക്കൊണ്ട്. ഇപ്പം നമുക്ക് ഈ പരിസരം കണ്ടില്ലേ, ഭയങ്കര കാറ്റാണ്. നമ്മുടെ ഒഴിഞ്ഞ പ്രദേശമായതുകൊണ്ട്, പുഴപ്രദേശവും മലപ്രദേശമൊക്കെ ആയതുകൊണ്ട് ഒഴിഞ്ഞ കാറ്റാണ്. ഈ കാറ്റ് നല്ലോണം അടിക്കും. അത് നല്ല രാത്രിയൊക്കെ നമുക്ക് അടിക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ല. പകലൊക്കെ മഴയും കാറ്റും കൂടി വന്നാൽ ഉരുണ്ട് പ്രാവും. അപ്പോൾ അങ്ങനെയൊക്കെ നിറയെ നഷ്ടപ്പെടാറുണ്ട്. അപ്പോൾ അതൊക്കെ തരണം ചെയ്തിട്ട് വേണം പ്രാവ് പറക്കാൻ. മത്സര ദിവസം നമുക്ക് കാറ്റാണ്, വെയിലാണ്, മഴയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇത് നമുക്ക് ട്രെയിനർ എല്ലാം അറിഞ്ഞിരിക്കണം. അതിനൊക്കെ നമ്മുടെ അനിയൻ പുലിയാണ്. ആ കാര്യത്തിലൊക്കെ നമ്മുടെ അനിയൻ പുലിയാണ്. അതിലൊക്കെ നല്ല രീതിയിൽ അവനക്ക് എന്താ വേണ്ടത് ഇതൊക്കെ ചെയ്തിട്ട് കറക്റ്റ് ചെയ്ത് വെക്കും. പ്രാവ് നോക്കുന്ന പിടിക്കുന്നതൊക്കെ നമ്മളാണെങ്കിലും ട്രെയിനിങ് സമയത്ത് അവൻ നല്ല നമുക്ക് ഹെൽപ്പ് ചെയ്യും. അതൊക്കെ അവന് കറക്റ്റായി ചെയ്തോളും. ഈ ഷിയാബുക്കയും നിങ്ങൾ മാറി നിൽക്കുന്നു എന്നുള്ള അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പോൾ എല്ലാ ദിവസവും ഇപ്പോൾ ഒരാൾ തന്നെ ഉറക്കൊഴിച്ച് ഇപ്പോൾ 19 മണിക്കൂറും 20 മണിക്കൂറൊക്കെ പറന്നിപ്പോൾ നമ്മൾ ഉറക്കൊഴിച്ചിരുന്ന് നമുക്ക് അടുത്ത ദിവസം ഇരുന്ന്, അപ്പോൾ അതെങ്ങനെ മാനേജ് ചെയ്തിട്ട് പോണ്? ഇല്ല, കഴിയുന്നത് രണ്ടാളിരിക്കും. പിന്നെ ഞാനാണ് പിന്നെ ഉറങ്ങാൻ വരുന്നതുകൊണ്ട് പുകയുള്ളൂ. ഉറക്കം വന്നാൽ കഴിയുന്നത് രണ്ടാളിരിക്കും. അതിപ്പോൾ ഇനി പ്രാവ് എത്ര പറക്കണമെങ്കിൽ രണ്ടാളിരിക്കും. ചില ദിവസങ്ങളിൽ ഞാനേ പോകുള്ളൂ. കാരണം ഇറങ്ങിയ പ്രാവിന് ഫുഡ് കൊടുക്കേണ്ടത് അവനാണ്, ഞാൻ കൊടുക്കൂല. നമ്മൾ തൊടുകയില്ല. അപ്പോൾ ഈ ഓട്ടുന്ന പ്രാവുക്കളെ അവൻ നമ്മൾ തൊടില്ല. കാര്യങ്ങൾ എന്നതാണൊക്കെ പറഞ്ഞ് കറക്റ്റാക്കി തരാം. അത് അവൻ്റെ രീതിക്ക് അവൻ ചെയ്യുകയും ചെയ്യും. അപ്പോൾ പ്രാവിനിപ്പോൾ ചില സമയത്ത് അവൻ പോയി ഉറങ്ങും. അപ്പോൾ നമ്മൾ പ്രാവിൽ നിന്ന് തുറന്നു വിട്ട് തീറ്റ കൊടുക്കണതൊക്കെ എൻ്റെ പരിപാടിയാണ്. ബാക്കിയുള്ള പ്രാവുകൾ അവൻ തൊടൂല, ഒന്നും നോക്കില്ല. പക്ഷേ ആ സമയത്ത് നമുക്ക് എല്ലാ സഹായം ചെയ്തിട്ട് കറക്റ്റ് ചെയ്തിട്ട് പോകും. അപ്പോൾ അവനൊക്കെ അതിലേക്ക് പലർക്കുള്ള ബുദ്ധിമുട്ടാണ്. ചിലവർ പറയും ഒരുപാട് സമയം പറക്കുകയാണെങ്കിൽ കൂടെ ആളുണ്ടെങ്കിലേ നടക്കുകയുള്ളൂ എന്ന് പറയുന്നത് പലപ്പോഴായി ഞാൻ കേട്ടിട്ടുണ്ട്. ഒറ്റയ്ക്ക് നിന്നാൽ നടക്കില്ല എന്നൊന്നും. ഒറ്റയ്ക്ക് പറ്റില്ല. പിന്നെ നമുക്ക് ഇതിനോട് കൂടുതൽ താല്പര്യമായതുകൊണ്ട് ഒറ്റയ്ക്ക് നിൽക്കുന്നത്. ഇപ്പം നമ്മൾ ഏട്ടനും അനിയനായതുകൊണ്ട് എത്ര എന്താക്കാൻ പറയും, എത്ര സംസാരിക്കും. പിന്നെ ചില സമയത്ത് നമ്മുടെ അനിയൻ്റെ ചങ്ങായിമാരൊക്കെ ഒരുപാട് ആൾക്കാർ വരും. അപ്പോൾ അനിയൻ്റെ ചങ്ങായിമാർ വരും, പ്രാവുകാർ നമ്മുടെ തൊട്ടുള്ളതന്നെ, തോഫീക്ക്, സൗഗു, ഷഹീർ, ചക്കന്മാരൊക്കെ വന്നിട്ട്, നമ്മുടെ ആസനാർ മരുമക്കളൊക്കെ വന്നിട്ട് അവരിങ്ങനെ രാത്രി കുറേ നേരം വന്നിട്ട് ഇരിക്കും. അതുപോലെ ഒരു 10-12 മണി 1 മണി വരെയൊക്കെ ഇരുന്നിട്ട് അങ്ങനെ പോകും. അധികവും ഞങ്ങൾ രണ്ടാളും തന്നെയാണ് ഇരിക്കുക. അതിൽ ഉറക്കമില്ല. 3-4 മാസം വളരെ ഭയങ്കര ടഫാണ്. ഒഴിവ് വേണം, നല്ല ഫ്രീ വേണം, ക്ഷമ വേണം, സമാധാനം വേണം. ഇതുണ്ടെങ്കിലേ ഇത് മുന്നോട്ട് പോകാൻ പറ്റും. സാധാരണ എന്തെങ്കിലും ഫുഡിൽ അങ്ങനെ എങ്ങനെയാണ് ഇതാക്കൽ? ഒരു ടൈമിന് വിടുന്നതും അത് എങ്ങനെയാണ്? അല്ല, ടൈമിന് വിടുന്ന സമയത്ത് നമ്മൾ ഫുഡ് എന്ത് കൊടുക്കുന്നു അത് തന്നെയാണ് പന്തയത്തിന് വിടുമ്പോഴും കൊടുക്കുന്നത്. പന്തയത്തിന് വേണ്ടി പ്രത്യേകിച്ചിട്ട് ഫുഡൊന്നും കൊടുക്കാറില്ല, അങ്ങനെയൊന്നും ചെയ്യാറില്ല. നമുക്ക് എന്താണോ നമ്മൾ ചെയ്യുന്നത് അത് കറക്റ്റായിട്ട് ദിനചര്യ ചെയ്തിട്ട് പോകുമ്പോൾ അതുകൊണ്ട്. പിന്നെ കാലാവസ്ഥ, ക്ലൈമറ്റ്, പ്രാവിൻ്റെ അന്നത്തെ ഹെൽത്ത്, അന്നത്തെ ദിവസം, അതൊക്കെ പ്രാധാന്യമാണ്. അതൊക്കെ നമുക്ക് എന്താ പറയുക, പഠിച്ചോണ്ട് അതൊക്കെ വലിയൊരു അന്നത്തെ ദിവസം മഴയുണ്ടായിരുന്നു, നല്ല മഴയുണ്ടായിരുന്നു. 9 മണിക്കൂർ പറന്ന് ലാസ്റ്റ് 12 മണിക്കില്ല ആ ഒരു പ്രാവ് ലാൻഡ് ചെയ്യുമ്പോൾ നല്ല മഴയത്താണ് ലാൻഡ് ചെയ്തത്. അടുത്ത പ്രാവ് ആ മഴയെ തന്നെയായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, വീണ്ടും ആ ഒരു ഇത് ലാൻഡ് ചെയ്താണ് വലിയൊരു ഇത്. കാരണം ലാൻഡ് ചെയ്യണല്ലോ, 3 മണിക്കൂർ പറന്ന് നമുക്ക് ലാൻഡ് ചെയ്താലാണ് ഇത് റിക്കാർഡിക്കൽ വരുള്ളൂ. ലാൻഡ് ചെയ്തില്ലെങ്കിൽ റിക്കാർഡിക്കൽ വരില്ല. അതിന് ഇവിടെ എന്താ പറയുക, ആയിരക്കണക്കിനോ ആൾക്കാരുണ്ടായിരുന്നു. 1000 അല്ല, ഒരുപാട് പേര്. ഈ കാണുന്ന പരിസരത്ത് കംപ്ലീറ്റ് ആൾക്കാർ നിന്നിട്ട് ആ വന്നവരെല്ലാവരും വളരെ മനസ്സറിഞ്ഞ് അത് പ്രാവൊന്ന് വീട്ടിലിരിക്കണം എന്ന് പറഞ്ഞ് നല്ല പ്രാർത്ഥനയുണ്ടായിരുന്നു എല്ലാവരും. അതിപ്പോൾ ശത്രു ആണെങ്കിലും മിത്രം ആണെങ്കിലും എല്ലാവരും പ്രാർത്ഥന ഉണ്ടായിരുന്നു. അത് കാരണം ഇത്രയും പറന്നിട്ട് അത് മിസ്സാകരുത് എന്നുള്ള വന്ന ജനങ്ങൾക്ക് അത്ര പേർക്കുണ്ടെന്ന്. അതിന് എല്ലാവർക്കും വലിയൊരു നന്ദി അറിയിക്കുകയാണ്. കാരണം അത് എത്ര പറഞ്ഞാലും തീരില്ല. അത് അവരുടെ ഒരു പ്രാർത്ഥനയും കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഇന്നിപ്പോൾ നീ വന്നത് നിൽക്കാനും പറ്റിയതൊക്കെ അങ്ങനെ ഒരു കാര്യം കൊണ്ടാണ്. അത് എല്ലാവരോടും വളരെ നന്ദി. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. നമ്മുടെ ഫാമിലിൻ്റെയും അനിയൻ്റെയും എല്ലാവർക്കും ഒരു ഭയങ്കര സപ്പോർട്ടാണ്. അത് എത്ര പറഞ്ഞാലും തീരില്ല. അതുകൊണ്ടാണ് അത് പറഞ്ഞിട്ടിരിക്കുന്നത്. ഓക്കെ. പിന്നെ ട്രെയിനിങ്ങിൽ നിങ്ങളിപ്പോൾ ഒരുപാട് ദിവസങ്ങൾ നമുക്കിപ്പോൾ 33 അതിനനുസരിച്ച് ട്രെയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഒരു പ്രൊഫഷൻ ചിലവരെല്ലാം പറയാറുണ്ട്, നമ്മുടെ പ്രൊഫഷൻ കാരണം പ്രാവിലേക്ക് ടൈം പറപ്പിക്കാനും സാധിക്കുന്നത്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്തിട്ട് പോകുന്നത്? എൻ്റെയും അനിയൻ്റെയും പ്രൊഫഷൻ ഇതാണ്. സത്യം പറഞ്ഞാൽ പ്രാവാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ ഒരിത്.
കുടുംബജീവിതത്തിന് പ്രാവ് പോരാ, അതിൻ്റെ മാറ്റങ്ങൾ സമ്പാദന കാശൊക്കെ വേണ്ടതാണ്, സമ്പത്ത് നിർബന്ധമാണ്. പക്ഷേ ഇതാണ് സത്യം പറഞ്ഞാൽ നമുക്ക് ഏറ്റവും വലിയൊരു ഇത് തരുന്നത്. അതിന് ധാരാളം നമ്മൾ സമയം മെനക്കെടുകയാണ്, ധാരാളം കാശും പോകുകയാണ്. നമുക്ക് ഇഷ്ടം ഇതാണ്, ഇതിനോട് നമ്മൾ എത്ര ലയിക്കുന്നോ അത് അതിനുള്ള പ്രതിഫലം തരുന്നുമുണ്ട്. കാരണം കാശിന് പോണ അവനവൻ്റെ തൊഴിലിന് പോയാൽ മതി, അത് കാശിന് പ്രാധാന്യത്തിനല്ല. ഇതാണ് നമ്മുടെ പ്രാധാന്യം. ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എത്രത്തോളം നമ്മളെ കൊണ്ട് മുന്നേറാൻ പറ്റും, അത് നമ്മൾ തുടച്ച് മിനുക്കി എന്ന് പറഞ്ഞ പോലെ അങ്ങനെ വരുന്ന സംഗതികളാണ്, അല്ലാതെ വേറൊന്നുമല്ല. പിന്നെ പ്രാവ് വളർത്തുന്ന ആ ഒരു സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് എന്തെങ്കിലും നേരിട്ടതായിട്ടോ അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? പ്രാവ് വളർത്തുന്നതേ ബുദ്ധിമുട്ടാണ്, പ്രാവ് വളർത്തുന്നതേ ബുദ്ധിമുട്ടാണ്. അതൊന്നും നമ്മൾ കാണാൻ പാടില്ല. നമുക്ക് സന്തോഷം തരണോ അതെന്താണോ അത് ചെയ്യുക. ബുദ്ധിമുട്ടെന്ന് നമുക്ക് തോന്നിയാലല്ലേ പ്രശ്നമുള്ളൂ. അതൊന്നും ഒരു അങ്ങനെ നമുക്ക് പറപ്പിക്കുന്ന സമയത്ത് ചിലപ്പോൾ പ്രാവുകൾ മിസ്സാവാറുണ്ട്, അങ്ങനെ സങ്കടപ്പെട്ട് സ്വാഭാവികമായിട്ട് അതൊക്കെ സ്വാഭാവികം. 10-50 പ്രാവോളം നമ്മൾ ചിറവ് പിരിച്ചു വിട്ട് പറത്താവുന്നത് വരെയാണ്. അതിൽ 8-10 പ്രാവ് നമുക്ക് അവസാനം കിട്ടും. കാരണം പല രീതിയിലും ലീഡ് കൊണ്ടുപോകാം, രാത്രി മിസ്സാകാം, വീണു പോകാം, അതൊക്കെ സ്വാഭാവികം. അതൊക്കെ ഇതിലുള്ള അതൊക്കെ പ്രാവ് വളർത്തലിലുള്ള ഇതാണ്. അതിൽ നമുക്ക് ഏകദേശം കിട്ടുന്നത് എത്രയാണോ ആ ഒരു ഇതേ കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ പരിസരവാസികളും അതുമാതിരിയുള്ള മറ്റുള്ളവരെല്ലാം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ പ്രാവ് പറപ്പിക്കുന്നതിൽ? അത് തീർച്ചയായും നല്ലൊരു കാര്യമാണ്. നമ്മുടെ പരിസരത്ത് ഒരുപാട് ആൾക്കാർ പ്രാവ് വളർത്തുന്നതുണ്ട്. ഇപ്പോൾ നമ്മുടെ ബാബു എന്ന് പറയും, അവരൊക്കെ ഫർഹാൻ വടക്കേപ്പറമ്പ്, ഫർഹാൻ വടക്കേപ്പറമ്പ്, അപ്പുറത്ത് നോഷീർ, ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മുടെ കുട്ടികൾ പെരുങ്ങരയിൽ ഒരു 10-20 കൂടുണ്ട്. എല്ലാവരും നല്ല സപ്പോർട്ടുണ്ടായിരുന്നു. സപ്പോർട്ട് പ്രാവ് പറത്തുന്ന സമയത്തും മറ്റുള്ള കാര്യങ്ങൾക്കും പ്രാവ് പറത്തുന്നതിനൊക്കെ നല്ല സപ്പോർട്ടുണ്ടായിരുന്നു. അവർക്ക് നല്ല അതൊക്കെ സന്തോഷം. അത് നമ്മൾക്ക് പ്രത്യേകിച്ച് പറയണം. കാരണം പറത്തുന്നവർക്ക് എല്ലാവർക്കും ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിലേ പറത്താൻ കഴിയുള്ളൂ, അവർക്കും പറത്താൻ കഴിയുള്ളൂ. ഈ 33 മണിക്കൂർ പറന്ന അന്ന് തന്നെയാണ് നമ്മുടെ ഫർഹാൻ വടക്കേപ്പറമ്പ് ബ്രദേഴ്സ് ടൂർണമെൻറ്റ് സെക്കൻഡാണ്. 16 മണിക്കൂറും 17 മിനിറ്റോ അല്ല 17 മണിക്കൂറും 14 മിനിറ്റോ എന്തോണ്. 12-14 പ്രാവ് ഇറങ്ങിയത്. അന്നത്തെ ദിവസം എനിക്കും അവനക്കും പന്തയാണ്. ഏകദേശം ഇവിടെ നിന്ന് നമുക്ക് വിളിച്ചാൽ കേൾക്കുന്ന ദൂരമേ ഉള്ളൂ, രണ്ടാളോ. അവനക്കും അന്ന് പന്തയാണ്. അപ്പോൾ അവൻ്റെ പ്രാവും ഈ പറന്നിട്ടാണ് അന്നും പന്തയം പറന്നതാണ്. അപ്പോൾ അവർക്ക് നമുക്ക് സപ്പോർട്ടുള്ളതുകൊണ്ടാണ്. അത് പറഞ്ഞുകൊണ്ട് പിറ്റേ ദിവസം എനിക്ക് നേരം പെടുത്ത കൂട്ടുപന്തയം പെടണം വിട്ടില്ല. കാരണം നമ്മുടെ പ്രാവ് പറക്കുന്നതുകൊണ്ട് വിട്ടില്ല. അതൊക്കെ വളരെ നന്ദിയുള്ള നല്ല കാര്യങ്ങളാണ്, നല്ല സഹായങ്ങളാണ്. ഫാമിലിയുടെ ഭാഗത്ത് നിന്ന് എങ്ങനെയാണ്? ഫാമിലി ഭാഗത്ത് ഫുൾ സപ്പോർട്ടാണ്. സപ്പോർട്ട് ഇല്ലെങ്കിൽ നടക്കില്ല. നമുക്ക് എന്താ പറയുക, നമ്മുടെ പ്രൊഫഷണൽ ഇതാണെന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് അവർക്ക് നല്ല സപ്പോർട്ടാണ്. നമുക്ക് അവരുടെ കാര്യം നമ്മൾ മുഷിപ്പില്ലാണ്ട് ചെയ്തു കൊടുത്താൽ അവർ നമ്മുടെ കാര്യത്തിന് മുഷിപ്പ് വരില്ല. അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നമുക്ക് എന്താണോ ഇഷ്ടം അത് നമുക്ക് ആണെങ്കിൽ നമ്മളെ വിശ്വസിക്കുന്ന മറ്റുള്ളവർ, ഫാമിലിയാണല്ലോ നമ്മളെ വിശ്വസിക്കുന്നത്, മക്കളായാലും ഭാര്യയായാലും ഉമ്മയായാലും. അപ്പോൾ അവർക്ക് വേണ്ടത് എന്താണോ അത് ക്ലിയറായി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രീ ആയിട്ട് നമ്മളെ വിടും, അത് വിടും. നമ്മൾ വലുതായിട്ടതൊന്നുമല്ല, നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ആ ഒരു രീതിയിൽ അങ്ങനെ പോകുന്നു. പിന്നെ ഒരുപാട് പേര് പലപ്പോഴായും പറയുന്നത് കേട്ടിട്ടുള്ളതാണ്, കുട്ടികളെ പ്രാവിൻ്റെ അടുത്തേക്ക് അധികം അടുപ്പിക്കരുത് എന്നൊക്കെ ഒരുപാട് ആൾക്കാരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. കാരണം അവരുടെ പഠിപ്പ് നഷ്ടപ്പെടും, അല്ലെങ്കിൽ അവരുടെ ഒരു ഇതില്ലാണ്ട് പ്രാവിൻ്റെ പിന്നാലെ മാത്രം ആവും എന്നുള്ളത് പലപ്പോഴായും പലവരും പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും അതിന് എന്തെങ്കിലും ഒരു പുതു തലമുറക്ക് വേണ്ടി കൊടുക്കാനുള്ള എന്തെങ്കിലും മെസ്സേജോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പുതിയ തലമുറയ്ക്ക് എന്ന് പറഞ്ഞ മെസ്സേജ് അല്ല, അതിൽ ഈ കുട്ടികളുടെ കാര്യം പറയുമ്പോഴാണ്. ഇതിൽ നമ്മളിപ്പോൾ മേലെ വന്നപ്പോൾ എനിക്കൊരു അനുഭവം കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ പൊടി ഒരു പ്രശ്നമാണ്. അപ്പോൾ ഞാനൊക്കെ മാസ്ക് എപ്പോഴും വെക്കേണ്ട അവസ്ഥ വരുന്നുണ്ട്. അതപ്പോൾ കുട്ടികളാകുമ്പോൾ അത് പ്രശ്നമാണ്, അല്ലാണ്ട്. പക്ഷെ ഇതൊരു ലഹരിയാണ്. വന്നു കഴിഞ്ഞാൽ പിന്മാറാൻ ഭയങ്കര പ്രശ്നമാണ്. അതുകൊണ്ടാണ് പണ്ടത്തെ ആൾക്കാർ. പക്ഷെ വന്നാൽ അവന് യാതൊരു ദുശീലങ്ങൾക്കും പോവില്ല. ഏതൊരു വ്യക്തിയും മറ്റുള്ളൊരു പ്രശ്നത്തിനോ അവൻ്റെ ജീവിതശൈലികൾ അടിപൊളിയായിരിക്കും, മറ്റുള്ള കാര്യങ്ങളാവണം. ശ്രദ്ധിക്കേണ്ട കാര്യം, വരുന്ന പുതിയ തലമുറ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ഇഷ്ടം പ്രാവാണെങ്കിൽ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരുണ്ട്, അവരെ വെറുപ്പിക്കാതെ. അത് ഫാമിലിയാണ്. ഫാമിലിയെ നിങ്ങൾ യാതൊരു കാരണവശാലും വെറുപ്പിക്കാതെ കൊണ്ടുപോയാൽ നിങ്ങളുടെ ഇഷ്ടം അവർ സപ്പോർട്ട് ചെയ്യും. അത് പഠിക്കുകയാണെങ്കിൽ പഠിക്കുക, ജോലിയാണെങ്കിൽ ജോലി. അത് ചെയ്ത ശേഷം നമുക്ക് ഇതാണ് ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ പിന്നാലെ വരുമ്പോൾ ഒരു ദുശീലങ്ങൾക്കും പോവില്ല, ഒരു വൃത്തികെട്ട പരിപാടിക്കും പോവില്ല. അതുകൊണ്ട് നല്ലതാണ്. ചെറിയ കുട്ടികൾക്ക് ഈ പൊടിൻ്റെ അലർജി, മേലെ ഷെഡുകൾ വന്നപ്പോൾ, ഞാൻ ഇപ്പോൾ 5 കൊല്ലം മേലെ വന്നപ്പോൾ ആ ഷെഡിൻ്റെ ഒരു പ്രശ്നം. അതേസമയം താഴെയാണെങ്കിൽ അത് വിഷയമല്ല. താഴെയാണെങ്കിൽ ഈ പൊടിയൊക്കെ മണ്ണായി പോവും, കാട്ടം മണ്ണായി പോവും. ഇത് രണ്ടും പോകാത്തതുകൊണ്ട് മെയിൻ്റനൻസ് പ്രത്യേകമായി മെയിൻ്റനൻസ് ചെയ്യണം, ശ്രദ്ധിക്കണം, നല്ലപോലെ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ നമുക്കും പണി കിട്ടും, പ്രാവിനും പണി കിട്ടും.
പിന്നെ ഈ വർഷം ഏതൊക്കെ ടൂർണമെന്റിലാണ് വിട്ടത്, ഏതൊക്കെയാണ് ടൈമുകൾ, എന്തൊക്കെയാണ്? ഈ വർഷം ഞാൻ 16ഓളം ടൂർണമെൻറ്റ് വിട്ടിട്ടുണ്ട്. ഫസ്റ്റ് ജൂലൈ 1-ാം തീയതി ടൂർണമെൻറ്റ് വിട്ടത് വന്നിട്ട് നമുക്ക് ശ്രീചിത്ര നാഷണൽ ടൂർണമെൻറ്റ്, പിന്നെ കൊച്ചി ഒരു ടൂർണമെൻറ്റ്, അത് വന്നിട്ട് രാജു ഈശ്വർ എന്ന് പറഞ്ഞിട്ടാണ് ആ ടൂർണമെൻറ്റ്, പിന്നെ നമ്മുടെ സേവ് പി ജി എം, അങ്ങനെ 3 ടൂർണമെൻറ്റ് ഒരുമിച്ച് 1-ാം തീയതി വിട്ടു. 1-ാം തീയതി കുഴപ്പമൊന്നുമില്ല, പറന്നുകൊണ്ടിരുന്നു. പക്ഷേ 1-ാം തീയതി വൈകുന്നേരം 8:30 മണിക്ക് 9 മണിക്ക് ഒരു പ്രാവ് മിസ്സായി, സമയത്തിന് വന്നില്ല. ആ സമയത്തിന് വരാതെ അത് നമുക്ക് ചാൻസായി ശേഷം നമുക്ക് പിന്നീട് അടുത്ത 8 ദിവസം കഴിഞ്ഞിട്ട് വിടണം. ചാൻസായി. പിന്നെ 4-ാം തീയതി നമ്മുടെ ഡിസ്ട്രിക്ട് ടൂർണമെൻറ്റും നമ്മുടെ വെണ്ണക്കര ടൂർണമെൻറ്റും ഉണ്ടായിരുന്നു. ഡിസ്ട്രിക്ട് ടൂർണമെന്റിലാണ് ഈ 33 മണി? അല്ല, ഡിസ്ട്രിക്റ്റിൽ തന്നെയാണ്, ഗോപി മെമ്മോറിയലാണ് പറഞ്ഞത്. ഇത് വന്നിട്ട് നമുക്ക് ഡിസ്ട്രിക്ട് എ പറയും. എയും ബി 2-3 മൊത്തം ടൂർണമെൻ്റ് ഉണ്ട്. അപ്പോൾ അതിൽ ഡിസ്ട്രിക്ട് എയിൽ വന്നു. അത് 4-ാം തീയതി വിട്ടു. 4-ാം തീയതി 2 ടൂർണമെൻ്റ് അല്ല, അതിൽ ഈ ഒരു പ്രാവും വേറൊരു പ്രാവും കൂടി കണക്ട് ചെയ്ത് വിട്ടു. പിന്നെ സമയത്തിന് വരാത്ത പ്രാവിനെ നിർത്തിയിട്ട് വേറെ പ്രാവിനെ ചേർത്ത് വിട്ടു. അന്ന് നമുക്ക് ശരാശരി നല്ല ഒരു പാലക്കാട് ഏകദേശം ഒരു 15ഓളം ആൾക്കാരോളം ടൂർണമെൻറ്റ് വിട്ടിട്ടുണ്ട്. അത് ഓർമ്മ എന്ന് പറഞ്ഞാൽ എല്ലാവരും ചാൻസും ക്യാൻസലും ആയിരുന്നു. നല്ല വെയിലായിരുന്നു അന്ന് എന്താ പറയുക, 15 മണിക്കൂറോ 14 മണിക്കൂറിൽ 15 മണിക്കൂറിൽ താഴെ 14 മണിക്കൂർ 54 മിനിറ്റാണ് എന്തോ ഒരു സമയം പറഞ്ഞിട്ട് ഞാനത് മതി എന്ന് പറഞ്ഞ് പ്രാവിനെ ഇറക്കി. എന്നിട്ട് അത് എഴുതാൻ പറഞ്ഞു. അതിന് ചാൻസ് വാങ്ങിയില്ല. അത് 4-ാം തീയതി ആയിരുന്നു. അത് കഴിഞ്ഞ ശേഷം ഞാൻ 8-ാം തീയതി ഈ ശ്രീത്രയും സേവ് പി ജിനും നമ്മൾ കൊച്ചിത്തെ പന്തിയും കൂടി വീണ്ടും 8-ാം തീയതി, അത് ഈ പറഞ്ഞ പ്രാവുക്കുള്ള തന്നെ വീണ്ടും 8-ാം തീയതി വിട്ടു. 8-ാം തീയതി വിട്ടു. അന്ന് കറക്റ്റായി സെയിം പ്രാവുകൾ തന്നെ മാറ്റിയില്ല, കാരണം ദിവസമില്ല. ഇത് 4-ാം തീയതി കഴിഞ്ഞാൽ പിന്നെ വേറെ ഇടയിൽ വേറെ പ്രാവ് കയറാനോ പ്രാവ് ഓട്ടാനോ കിട്ടിയില്ല. എനിക്ക് ഏറ്റവും വലിയ അബദ്ധം പറ്റിയത് അങ്ങനെയാണ്. ഈ വർഷം നമുക്ക് ഒരു മാസം തുടർച്ചയായി പന്തയമായിരുന്നു. അതാണ് ഡേറ്റുകൾ കറക്റ്റായിട്ട് പറയുന്നത്. അപ്പോൾ ഈ 8-ാം തീയതി വിട്ടു. 8-ാം തീയതി ചാൻസ് ആയിരുന്നു. അന്ന് വിട്ട് കുഴപ്പമൊന്നുമില്ല, നല്ല രീതിക്ക് പറന്നു. 2 മണി ഏകദേശം 20 മണിക്കൂറായി. അന്ന് ആ 20 മണിക്കൂർ പറക്കണം പറഞ്ഞാൽ നമുക്കത് കറക്റ്റായിട്ട് ഇരുന്ന് കിട്ടിയാൽ ഞാനതിൽ ശ്രീത്രയിലും അപ്പത്തെ ആ സമയത്ത് ഞാൻ ഫസ്റ്റായിരിക്കും. അതേപോലെ മറ്റേ നമ്മുടെ സേവ് പി ജിന് ഫസ്റ്റായിരിക്കും. ഈ രാജു ഈശ്വർ കൊച്ചിയിലും ഫസ്റ്റായിരിക്കും. അന്ന് ഈ 2 മണിയായപ്പോൾ ഒരു പ്രാവ് നമ്മളെ ഇതേപോലെ സമയത്തിന് വരാതെ നഷ്ടമായി. അങ്ങനെ അത് ക്യാൻസലായി. അത് ചാൻസ് പന്തിയാണല്ലോ, അത് ക്യാൻസലായി. ഒരു പ്രാവ് 2 മണി ശേഷം 20 മണിക്കൂർ പറഞ്ഞ ശേഷം പിന്നീട് പ്രാവ് വന്നു. പക്ഷെ നമുക്ക് മണിക്കൂറിന് 20 മിനിറ്റിലേക്ക് കാണിച്ചു കൊടുക്കണ്ടേ, അതിലൊരു പ്രാവ് വന്നില്ല. അത് പിന്നെ പ്രാവ് വരാനായപ്പോൾ അത് വിട്ടു. പിന്നീട് നമുക്ക് 13-ാം തീയതിയാണ് ഈ ടൂർണമെന്റ്. ഈ നമ്മൾ 5 ദിവസം 13-ാം തീയതി 8-ാം തീയതി കഴിഞ്ഞാൽ പിന്നെ 13-ാം തീയതി 13-ാം തീയതി ടൂർണമെന്റ് വന്നിട്ട് നമുക്ക് ശിവൻ പഞ്ചിക്ക മെമ്മോറിയൽ വെണ്ണക്കരയും ഗോപി മെമ്മോറിയലും അത് ഡേറ്റ് 9 ആയിരുന്നു. അന്ന് വിട്ടിട്ടാണ് നമുക്ക് ഈ 33 മണിക്കൂർ 28 മിനിറ്റും പറഞ്ഞത്. അത് ഇതേ പ്രാവുക്കൾ തന്നെയാണ്. ഈ 15 പറന്നു, പിന്നെ അടുത്ത് 20 പറന്നു, 20 പിന്നെ നേരെ പോകുന്നത് 33 പറഞ്ഞു. അപ്പോ ഒരേ പ്രാവുകളാണ് 33-ഉം ഒക്കെ പറഞ്ഞത്. അതൊക്കെ ഒരേ പ്രാവുക്കൾ തന്നെയാണ്. പിന്നെ വേറൊരു കാര്യം കൂടി ബൈക്ക് കേട്ടു, സെയിം പ്രാവുകൾ തന്നെ പ്രീവിയസ് കഴിഞ്ഞ കൊല്ലങ്ങളിലും ഒക്കെ ഇതേ പ്രാവുകളും. അതെ, ഇതിലത്തെ ഒരു പ്രാവാണ്, ഒരു പ്രാവ് പുതിയ പ്രാവ്. ഒരു പ്രാവാണ് നമുക്ക് കഴിഞ്ഞ കൊല്ലം 2022-21 മണിക്കൂർ 28 മിനിറ്റ് 38 മിനിറ്റും പറഞ്ഞിട്ടുണ്ട്. 21 മണിക്കൂർ പറഞ്ഞിട്ടുണ്ട്. അത് വന്നിട്ട് ഈ ഒരു ഇതിലത്തെ ഒരു പ്രാവാണ്. കൂടെ പറഞ്ഞു വേറെ പ്രാവാണ്. പക്ഷെ അതിന് ശേഷം ഒരുപാട് പ്രാവ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 20 ഈ സമയത്ത് ഈ കുഞ്ഞ് ഇപ്പൊ 33 പറഞ്ഞ പ്രാവ് ആയിട്ടില്ല. അവിടെ വന്ന് മേലെ വന്ന സമയമായിരുന്നു. മേലെ വന്നിട്ട് ഇപ്പൊ 5 കൊല്ലമാണ്. ഇപ്പൊ 2025 വന്ന സമയത്തായിരുന്നു അത്. നമ്മളിവിടെ ജോഡിയിട്ട് ഇവിടെ നിന്ന് മേലെ നിന്ന് കുഞ്ഞെടുത്തതാണ്. ആ കുഞ്ഞാണ് ഈ പറഞ്ഞത്. അത് 21-ലും പറഞ്ഞു, 22-ലും പറഞ്ഞു, 23-ലും പറഞ്ഞു, 24-ലും പറഞ്ഞു. 4 കൊല്ലമായി ഒരേ പ്രാവിന്. ഇതിന്റെ കൂടെ വേറെ പ്രാവുകൾ കയറി ഇറങ്ങും. ഈ പ്രാവ് എപ്പോഴും ഉണ്ടാവും. നമ്മളതിന് കൂടുതൽ ഒരു പ്രാവിന് 5 കൊല്ലോളം പറത്തും. 5-6 കൊല്ലം പറത്തും. അത് ഇന്ന പ്രാവെന്നല്ല, എല്ലാ പ്രാവിനും അങ്ങനെ പറത്തും. അത് മെയിലോ ഫീമെയിലോ? അത് ഫീമെയിൽ. ഓക്കെ. പിന്നെ വേറൊരു ഇത് കേൾക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടൂർണമെന്റ് പറപ്പിക്കുന്ന കൂടുതൽ ആൾക്കാരും മെയിലിനെ പറപ്പിക്കാൻ ആണ് താല്പര്യപ്പെടുക. കാരണം ഫീമെയിലുകളെ മെയിലും പറത്തും ഫീമെയിലും പറത്തും. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ്. നമുക്ക് എല്ലാം പറത്തുന്നുണ്ട്. നമുക്ക് ഏതാണോ പറന്നു വരുന്നത് അതിനെ എടുക്കാന്ന് മാത്രമേ ഉള്ളൂ. അല്ല, പ്രാവുകളിനെ ഈ ഫീമെയിൽ പ്രാവുകളിനെ ഇപ്പോൾ തുടർച്ചയായി 5 കൊല്ലം ഈ പ്രാവ് പറക്കുകയാണ്. അപ്പോൾ
സാധാരണ കേട്ട് വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഫീമെയിൽസിന് മെയിൻ്റെനൻസ് ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതെങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? നമ്മുടെ പ്രാവുക്കളല്ലേ, നമുക്ക് അതിനെ കുറിച്ച് അറിയാം. അപ്പൊ അതിന്റെ ആ ഒരു താളത്തിന് അങ്ങനെ പോകുമ്പോ സാധാരണ പറഞ്ഞു കേൾക്കാറുള്ള അങ്ങനെയല്ല, അത് ഓരോരുത്തര് അവർക്ക് അതിനോട് കൂടുതൽ ആത്മാർത്ഥത ഇല്ലാന്നില്ല, തെറ്റിദ്ധരിക്കരുത്, ആത്മാർത്ഥത ഇല്ലാണ്ടല്ല. നമുക്കത് എന്താണോ കയ്യിൽ വരുന്നത് എന്താണോ, ചിലവർ ഈ നീ പറയുന്നത് ഏറ്റവും ഈ മുട്ടക്കായി മസ്ത് പിടിച്ചു, ഉറക്ക കൊഴിഞ്ഞു, അത് അവര് ചെയ്യുന്ന മെയിൻ്റനൻസിന്റെ പ്രശ്നമാണ്. അതെങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? അത് എനിക്ക് എന്റെ പ്രാവിനെ മെയിൻ്റനൻസ് ചെയ്യാനേ പറ്റുള്ളൂ. അടുത്തൊരാളുടെ പ്രാവിനെ നമുക്ക് മെയിൻ്റനൻസ് ചെയ്യാൻ അവർക്കത് തെറ്റിദ്ധരിച്ച് തരും. അത് ചിലവർ അവർ ചെയ്യുന്നത് എന്താണോ അത് അവർക്ക് ശരി. അപ്പൊ നമ്മളത് പറഞ്ഞു തന്നാൽ ചിലപ്പോൾ അവർക്കത് വിപരീതമായി വരും. അതുകൊണ്ടാണ് അത്. കാരണം എനിക്ക് നമ്മുടെ പ്രാവിനെ എന്തൊക്കെ ചെയ്യാം, ഏതൊക്കെ സമയത്ത് പറക്കും, ഏതൊക്കെ സമയത്ത് പറക്കൂല എന്നുള്ളത് നമ്മൾ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് കൊണ്ട് മനസ്സിലായി. പഠിച്ചതല്ല, നമുക്ക് ഇത്രയും കാലത്തിലെ അനുഭവം കൊണ്ട് അറിയുന്ന കാര്യമാണ്. അപ്പോൾ അത് മറ്റുള്ളവർക്ക് പറയുമ്പോൾ അത് അവർക്ക് തെറ്റിദ്ധാരണ, അവർ അതുപോലെ ചെയ്തു കഴിഞ്ഞാൽ അവർക്കത് ഉൾക്കൊള്ളില്ല. അവരാണത് പഠിക്കേണ്ടത്. ഞാൻ എൻ്റെ പ്രാവിന് എന്ത് ചെയ്യുന്നു, നീ നിൻ്റെ പ്രാവിൽ ചെയ്യണം. അപ്പോഴാണ് നിനക്കത് മനസ്സിലാകുള്ളൂ. എൻ്റെ പിന്നാലെ വന്നാൽ നിനക്കത് മനസ്സിലാകൂല. അതുകൊണ്ടാണ്. പിന്നെ ഈ ടൂർണമെന്റിൽ ഇപ്പോൾ അത് ശിവൻ പഞ്ചിക്ക ഈ 33 പറഞ്ഞതിന്റെ ശേഷം പിന്നീട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ 33 പറഞ്ഞ ശേഷം നമുക്ക് ഇതിൽ അതിൽ വന്നിട്ട് നമ്മുടെ ബി വന്നിട്ട് 2 പന്തയം വിടാം. രാജു ഈശ്വറിന്റെ കൊച്ചി ടൂർണമെന്റ് 2 എണ്ണം വിടാം. അതിൽ ഫസ്റ്റ് സെക്കൻഡ് ഒരു പ്രൈസേ ഉള്ളൂ. ഫസ്റ്റ് സെക്കൻഡ് ആണ്, ഫസ്റ്റ് സെക്കൻഡ് കിട്ടും. അതിൽ നമുക്ക് ചാൻസ് ആയിരുന്നു. ഈ അവരുടെ റൂൾസ് വന്നിട്ട് ഒരു വെട്ട് വെച്ച് കഴിഞ്ഞാൽ 2 മണിക്കൂറിൽ ഇരിക്കണം, പ്രാവിരിക്കണം. നമുക്ക് വെട്ട് വെച്ചിട്ട് 22 മണിക്കൂറിന് ശേഷമാണ് ഞാൻ വെട്ട് വെക്കുന്നത്. കാലത്ത് 5 മണിക്ക് വെട്ട് വെച്ചു. പക്ഷെ പ്രാവിരുന്നില്ല. പ്രാവിരുന്നത് വൈകുന്നേരം 4 അതേ സെയിം പ്രാവ് തന്നെയാണ്. അപ്പൊ അതിനുശേഷം അത് ചാൻസ് ആയ പിന്നീട് അത് 7 ദിവസം. ആ 7 ദിവസം വന്നത് 20-ാം തീയതി ആയിരുന്നു. 20-ാം തീയതി. അപ്പൊ ഈ 29 പറഞ്ഞ പ്രാവിനെയും 37 പറഞ്ഞ പ്രാവ് റിക്കവറായി വന്നിട്ടില്ല. റിക്കവറായി, എന്നാലും നമുക്കത് റിക്കവറായി ഇങ്ങോട്ട് വിട്ടില്ല. അപ്പൊ ഈ ഒരു പ്രാവ് റിക്കവറായി വന്നപ്പോൾ 29 പറഞ്ഞതിനും വേറൊരു പ്രാവിനും കൂടി വിട്ടു. ആ പ്രാവില് നമുക്കത് അന്ന് വിട്ടിട്ട് 20-ാം തീയതി വിട്ടു. 19-5 അത് കാലത്ത് 6 മണിക്ക് വിട്ട് കൊച്ചി പന്തി തനിച്ചെന്നെ വിട്ടു. ഒറ്റ അല്ല, 2 പ്രാവും കൂടി അതിൽ വേറൊരു വന്നു. അതിൻ്റെ ഇടയിൽ വേറൊരു പ്രാവ് കയറി വന്നു, അതിനും കൂടി വിട്ടു. ആ വിട്ടതിലും കൂടി നമുക്ക് 19-5 അത് പറഞ്ഞു. അതിൽ നമുക്ക് തേർഡ് ഉണ്ട്. ട്രോഫി കൊണ്ടുവന്നിട്ടില്ല. ട്രോഫി കൊണ്ടുവരാൻ പറ്റാണ്ട് വലിയൊരു ട്രോഫി ആയിരുന്നു. അടിപൊളി പരിപാടിയായിരുന്നു. ആ പരിപാടി നല്ല പരിപാടി. പൊതുവേദിയിൽ ബീച്ചിൽ വെച്ചായിരുന്നു പരിപാടി. അവരുടെ പരിപാടി എന്താ പറയാ, പ്രൈസ് തരാൻ ആർക്കും ഒരു മടിയില്ല. അത്ര സന്തോഷത്തിലായിരുന്നു. ഞാനൊക്കെ അത് ഭയങ്കര ഹാപ്പി എൻജോയ് ചെയ്തു. വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നല്ലേ. അപ്പോൾ അത് ട്രോഫി കൊണ്ടുവരാൻ പറ്റില്ല, ഇന്നും കിട്ടിയിട്ടില്ല. അത് കിട്ടിയിട്ടില്ല. കൊണ്ടുവരാൻ പറഞ്ഞാൽ വണ്ടിയിലോ കാറിലൊന്നും കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ അത് അയക്കാൻ പറഞ്ഞു. അത് നമുക്ക് പാലക്കാട്ടിൽ 4ഓളം പ്രൈസ് ഉണ്ട്. അപ്പോൾ മൊത്തം വരട്ടെ എന്ന് കണക്കാക്കിയിട്ട് അങ്ങനെ വന്നത്. കൊച്ചിപ്പന്തി നമുക്ക് കഴിഞ്ഞത് 20-ാം തീയതി. ചാൻസ് പറഞ്ഞത് 33 പറഞ്ഞതിന് ചാൻസ് പറഞ്ഞിട്ട് 20-ാം തീയതി പറഞ്ഞു. അന്ന് 19-5 പറഞ്ഞു. അത് കിട്ടി. അതിനുശേഷം നമുക്ക് ബ്രദേശ് ടൂർണമെൻറ്റും നമ്മുടെ വെണ്ണക്കര വേറെ പിന്നെ PDPP പറഞ്ഞിട്ട് ഒരു വെണ്ണക്കര ടൂർണമെൻ്റ് ഉണ്ട്. ആ ടൂർണമെൻറ്റും കൂടി 2ഉം കൂടി കണക്ട് ചെയ്ത് വിട്ടു. അത് നമുക്ക് ഈ 20 പറഞ്ഞ പ്രാവും ഈ 20ഉം 19 പറഞ്ഞില്ല 5ഉം അതേ പേരെന്നെ വിട്ടിട്ട് അന്ന് കാലാവസ്ഥ വളരെ മോശമായിരുന്നു. എന്നിട്ട് ഞാൻ ചാൻസ് വാങ്ങിച്ചു. വൈകുന്നേരം തന്നെ 7-8 മണിയാകുമ്പോൾ ചാൻസ് മേടിച്ചിട്ട് പിന്നീട് വിട്ടത് 27-ാം തീയതി. 24-ാം തീയതി ചാൻസ് വാങ്ങിയിട്ട് 27-ാം തീയതി പിന്നെ വീണ്ടും വിട്ട്. അന്ന് ഇത് 2 ടൂർണമെൻറ്റും കൂടി വിട്ടു. ചാൻസ് വാങ്ങി വിട്ടു. അന്ന് ഈ കൂടെ വേറെ 2 പ്രാവുകളെ വിട്ടത്. ഈ പ്രാവുകളെ വിടാണ്ട് വേറെ പ്രാവുകളെ വിട്ടു. അന്ന് നല്ല മഴ, സൈര്യാനം മഴ. അന്ന് ഒരുപാട് പന്തയം പെട്ടു. അന്ന് നമ്മുടെ പുതുപ്പിലാരെ ഷിബുവിൻ്റെ ഒക്കെ അന്നാണ് പറഞ്ഞത്. അന്നത്തെ ദിവസം നല്ല മഴയത്ത് പ്രാവ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മഴയത്ത് ഒരു പ്രാവ് നഷ്ടപ്പെട്ടു. ഒരു പ്രാവ് വീട്ടിലിരുന്നു, ഒരു പ്രാവ് നഷ്ടപ്പെട്ടു. അങ്ങനെ അത് പറവ ക്യാൻസലായി. അത് നമുക്ക് നഷ്ടപ്പെട്ട പിന്നെ സമയത്തിന് വരുന്ന പ്രാവ് അവിടെ വീണോ, അപ്പുറത്ത് അവിടെ വീണതാണ്. പ്രാവ് നഷ്ടപ്പെട്ടു. പിന്നീട് വന്നിട്ട് നമുക്ക് ആഗസ്റ്റ് 3-ാം തീയതി ഏകദേശം ഒരു ആഴ്ചയിൽ ഒരു ദിവസം പന്തയം. എല്ലാ ശനിയാഴ്ചയും ഇടയിൽ വേറെയും പന്തയം. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ആഗസ്റ്റ് 3-ാം തീയതി ഡിസ്ട്രിക്ട് ബിയും പിന്നെ പുതുപ്പിരാരം ടൂർണമെൻറ്റും കൂടി അൺലിമിറ്റഡും കൂടി വിട്ടു. അതിലാണ് നമുക്ക് അതിൽ ഈ
13.5 ടൂർണമെൻറ്റ് വിട്ട പ്രാവും ഈ 19.5 പറഞ്ഞ പ്രാവും കൂടി ചേർത്ത് കണക്ട് ചെയ്തിട്ട് വിട്ടിട്ടാണ് നമുക്ക് 18 മണിക്കൂർ 45 മിനിറ്റും. പുതുപ്പുരാരത്തിൽ ഫസ്റ്റ്, പിന്നെ ഡിസ്ട്രിക്ട് ബിയിൽ സെക്കൻഡ് ഉണ്ട്. അത് കുഴപ്പമില്ല. പിന്നെ വന്നിട്ട് നമുക്ക് വേറൊരു പന്തയം കൂടി ഉണ്ടായിരുന്നു ആഗസ്റ്റ് 10-ാം തീയതി. അത് വന്നിട്ട് നമ്മുടെ 7.5 ടൂർണമെൻറ്റ് പറയും. 7.5 ടൂർണമെൻറ്റ് അത് 12.5 മണിക്കൂർ പറക്കണം. 12 മണിക്കൂർ പ്രാവില്ലാതെ പ്രാവിരിക്കണം. നമ്മുടെ മലപ്പുറം ടൂർണമെൻറ്റുകളുടെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഉള്ളത്. നല്ല പ്രൈസൊക്കെ ഉള്ളതാണത്, നല്ല ടൂർണമെൻറ്റാണ്. അത് വിട്ടു. പക്ഷെ അന്ന് നമ്മൾ ഒരു പ്രാവ് വിട്ടത്, നമ്മളത് ഇത്രയും പ്രാവുകൾ ഒരു മാസം കണ്ടിന്യൂ ആയിട്ട് വന്നിട്ട് ഒരു ടൂർണമെൻറ്റ് ഞങ്ങളും ചലിച്ച് പ്രാവുക്കളും ചലിച്ച് നല്ല ടയേർഡായി പ്രാവശ്യം. കാരണം തുടർന്ന് പന്തയങ്ങളായിരുന്നു. കാരണം 1-ാം തീയതി മുതൽ 10-ാം തീയതി വരെ പന്തയമാണ്. 1-ാം തീയതി പന്തയം, 4-ാം തീയതി പന്തയം, 13-ാം തീയതി 8-ാം തീയതി പന്തയം, 13-ാം തീയതി പന്തയം, 20-ാം തീയതി പന്തയം, 24-ാം തീയതി പന്തയം, 27-ാം തീയതി പന്തയം, അടുത്ത് 3-ാം തീയതി പന്തയം, 10-ാം തീയതി പന്തയം. അത്ര പന്തയം ഒരാഴ്ചയിൽ 2 പന്തയം, ഒരാഴ്ച ഗ്യാപ്പൊക്കെ വന്നപ്പോൾ ഞങ്ങളും ടയേർഡായി, പ്രാവും ടയേർഡായി. അപ്പോൾ അന്ന് അത് ഏകദേശം ഒരു 10 മണിക്കൂർ ആയില്ല. പിന്നെ നമ്മൾ ക്യാൻസൽ ചെയ്ത് വിട്ടിട്ട് ചാൻസ് പറഞ്ഞു. പിന്നെ ചാൻസ് വിട്ടില്ല. അങ്ങനെ കൊല്ലത്തെ 2024 ഏകദേശം. പിന്നെ ഷിബുവേട്ടൻ നമ്മുടെ പുതുപ്പുരാരം കമ്മിറ്റിയിലത്തെ ഷിബുവേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ഈ വർഷം ഇവിടെ ഹാട്രിക് ആണ്. ഷിബുവിൻ്റെ പന്തയം ഹാട്രിക് ആയിട്ടുണ്ട്. അപ്പോൾ ഷിബുവേട്ടൻ പറഞ്ഞ രസകരമായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യമായിരുന്നു. കാരണം ആദ്യത്തെ 2 വർഷം കഴിഞ്ഞ 2018-ലോ 19-ലോ ആണ്, 2 വർഷവും 2 മണിക്കൊക്കെ പ്രാവ് ഔട്ടായി എന്ന് എന്തോ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിന്റെ ശേഷം പെട്ടെന്ന് മുമ്പായിക്ക് അടുത്ത സീസണിലാണെന്ന് തോന്നുന്നു റെക്കവെട്ടിട്ടിട്ട് ഇരുത്തി എനിക്കൊരു ടൈം കിട്ടണം എന്ന്. ഷിബുവിൻ്റെ പന്തയം ഞാൻ 2017-ലോ 16-ലൊക്കെ വിടാൻ തുടങ്ങിയതാണ്. അതിൽ 2-3 കൊല്ലം ഞാൻ ഷിബുവിൻ്റെ പന്തയം വിട്ടിട്ട് നമുക്ക് 1:30 മണി 2 മണിയൊക്കെ ആകുമ്പോൾ ഒരു പ്രാവ് മിസ്സാവും, സമയത്തിന് വരില്ല. അതെന്തെങ്കിലും കാരണവശാൽ മഴ കാലങ്ങളും അത് മിസ്സായി. അപ്പോൾ ഒരു പന്തയം ഞാൻ 2019-ലാണ് തോന്നുന്നത്, 19-ലോ 18-ലോ 19-ലാണ് തോന്നുന്നുണ്ട്. 12 മണിയായപ്പോൾ 17 മണിക്കൂറായപ്പോൾ നിൻ്റെ ഒരു പ്രൈസ് എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ വെട്ടിട്ടിട്ട് പ്രാവിനെ ഇറക്കി. അന്ന് സ്ഥാനം 4-ാം സ്ഥാനം 3-ാം സ്ഥാനമൊക്കെ എന്തോ അതിലുള്ളൂ, മതി. പക്ഷെ അവൻ്റെ ഒരു ടൂർണമെന്റിൽ വേണം എന്നുള്ള ഒരു ഇതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതാണ്. ഞാൻ പൊതുവെ ടൂർണമെന്റുകൾ മിസ്സാക്കാറില്ല. നമുക്ക് ഫസ്റ്റ് സെക്കൻഡ് അല്ലല്ലോ പ്രാധാന്യം, അതിൽ പ്രാധാന്യം. ടൂർണമെന്റിൽ എത്ര പറന്നു അത് നമ്മൾ പ്രാധാന്യമായി കണക്കാക്കും. ഫസ്റ്റ് സെക്കൻഡ് ഒക്കെ കിട്ടും പോലെ കിട്ടട്ടെ എന്നുള്ളതാണ്. അതിനുശേഷം അടുപ്പിച്ച് തുടർച്ചയായ അതിനുശേഷം 2021 അല്ല 22, 23, 24 ഒക്കെ ഫസ്റ്റ്. ഒരു 19.5, ഒരു 17.4, ഇപ്രാവശ്യം 18.45 ഒക്കെ പറഞ്ഞത്. അതെല്ലാം വേറെ വേറെ പ്രാക്കൾ തന്നെയാണ്. ഓക്കെ. അപ്പോൾ ഇത്രയും കൊല്ലമായിട്ട് പ്രാവുകളെ പറപ്പിക്കണമെങ്കിൽ നല്ലൊരു ബ്ലഡ് ലൈൻ പ്രാവുകൾ ഉണ്ടാവണം. തീർച്ചയായും. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് കളക്ട് ചെയ്തത്? നമ്മുടെ തന്നെയാണല്ലോ പ്രാക്കുളം, കുറേ കാലമായിട്ട് കൊണ്ട് നടന്ന പ്രാക്കുകളാണ്. ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞ പോലെ ഏട്ടൻ തന്ന പ്രാക്കുകൾ തന്നെയാണ്. അതിലത്തെ കുഞ്ഞുങ്ങളും പാരമ്പര്യം തുടർന്നിട്ട് ഒരു 5-6 തലമുറ. ഇപ്പോൾ ഈ 33 പറഞ്ഞതിൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്. ഈ 33 പാരമ്പര്യത്തിൽ വന്നതാണ്. 33 പറഞ്ഞതിൻ്റെ അപ്പം പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ടൂർണമെന്റിൽ പറഞ്ഞതാണ്. 19, 20 ഒരു 2020 ഇതിൻ്റെ അമ്മയാണ് നമുക്ക് വെണ്ണക്കര ശിവമഞ്ചിക്ക വെണ്ണക്കരയിൽ 19, 17 ഫസ്റ്റ് ആയിരുന്നു. ഒരു ഫാമിലി നമ്മുടെ അടുത്ത് നിറയെ ഉണ്ട്, പറക്കുന്ന ഫാമിലി. അതെ അത് ഒരുപാടുണ്ട്. അത് പ്രാവ് കാണുമ്പോൾ നമുക്ക് എന്തായാലും ഇനി പ്രാവുകളെയും കാര്യങ്ങളൊക്കെ കാണാം. 21-38 പറഞ്ഞത്, 19 പുതുപ്പുരാരത്തിൽ 19.5 പറഞ്ഞത് 2023. അത് ഇതേ ജോഡി ഇങ്ങനെ തന്നെയായിരുന്നു. വേറെ ഇതിൽ ഇങ്ങനെയല്ല, ഈ ആണും വേറൊരു ആണും കൂടി ഉണ്ടായിരുന്നു പറഞ്ഞത്. അങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിന് മുമ്പും 22 ആ പ്രാവ് പറഞ്ഞിട്ടുണ്ട്. അതായതാണ് ഇതിൻ്റെ അപ്പനല്ല അമ്മയുണ്ട്, കാണിച്ചു തരാം. മുറുക്കാൻ പറ്റിയില്ല. ഇത് ഏകദേശം നമുക്ക് 2014-15 കാലഘട്ടത്തൊക്കെ അന്ന്
നമുക്ക് റിക്കടിക്കലില്ല. 10-24 മണിക്കൂർ 26 മണിക്കൂർ പറന്ന പ്രാവാണ് കേട്ടോ. ആ ഒരു പ്രാവും അതിന് കൂടെ ഈ 2 പ്രാവുക്കളും ആണും പെട്ടയാണ്. അവർ ആ സമയത്ത് നമുക്ക് മത്സര ദിവസം പറന്നില്ല, എല്ലാത്തൊക്കെ പറന്നാണ്. ഒരു വലിയ പെരുന്നാളിനൊക്കെ നിന്ന് പറന്ന പ്രാവുക്കളാണ്, മറക്കാൻ പറ്റില്ല. എത്ര മണിക്കൂർ പറഞ്ഞു? 26 മണിക്കൂർ മേലെ പറന്നിട്ടുണ്ട്. 26 മണിക്കൂർ 2014 ടൈം ഓട്ടുമ്പോൾ ടൈം ഓട്ടുമ്പോൾ പറന്നിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ വലിയ പ്രാവാണ്, പറന്ന പ്രാവുക്കളുടെ അപ്പനും ഇതൊക്കെ ആയിട്ട് വരുന്ന പ്രാവാണ്. ഈ പ്രാവ് നമ്മുടെ ഷിബുവിൻ്റെ പന്തയത്തിൽ ഷിബു പറഞ്ഞില്ലേ, ഇതിലൊരു ഈ ഒരു പ്രാവ് പറന്നു. കൂടെ ഒരു പറന്ന പ്രാവ് എന്താ പറയുക, മഴയത്ത് ഇരിക്കാൻ പറ്റാണ്ടായി. ഇങ്ങനെയാണ് പറന്നിട്ടുണ്ടായിരുന്നത്. മഴയത്ത് ഇരിക്കാതെ പ്രാവ് നമുക്ക് ഈ ഗുൽദാർ അന്ന് മഴയത്ത് ഇരുന്നില്ല, 1.5 മണിക്ക് ശേഷം ഇരുന്നില്ല. അതങ്ങനെ ആ കൊല്ലം മിസ്സായി. അത് 2017 സംഭവം. അതിൻ്റെ മക്കളാണ് ഇപ്പോൾ പറന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഈ ജോഡിൻ്റെ മക്കൾ തന്നെയാണ് പറന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഇങ്ങനത്തെ ജോഡിൻ്റെ മകൾ തന്നെയാണ് നമുക്ക് 2020 19 മണിക്കൂർ പറന്ന പ്രാവ് ഇതിൻ്റെ തന്നെയാണ്. അതേപോലെ തന്നെ ഈ ആണ് വന്നിട്ട് 2019 പ്രളയമായിരുന്നു. പ്രളയ സമയത്ത് ആഗസ്റ്റ് 18 2018 19 പ്രളയമായിരുന്നല്ലോ. ആഗസ്റ്റ് 10-ാം തീയതി ആയിരുന്നു പ്രളയം. ആ പ്രളയ ദിവസം നമുക്ക് പറന്ന് ഷിബുൻ്റെ നിന്ന് ഗോൾഡ് കോയിൻ കിട്ടിയതാണ്. ഈ പ്രാവാണ് മയിൽ. അത് ആൺപ്രാവ്. അതിൻ്റെ ഒപ്പം പിന്നെ പറന്ന പ്രാവ് വേറെ, പുള്ളിയിലൊരു പ്രാവായിരുന്നു, പെട്ടയായിരുന്നു. ആ പ്രാവ് ഇപ്പോൾ ഇല്ല, അത് ഞാൻ കൊടുത്തയച്ചു. അതിനുശേഷം നമ്മുടെ ഷിബുവിൻ്റെ പന്തയത്തിൽ തന്നെ 2019 പ്രാവ് ഒരുപാട് പറന്നതാണ്. നമുക്ക് പറവ വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ 12/4 വെട്ടിട്ടിട്ട് ഇറക്കിയ ഇതാണ്. ഇതിൻ്റെ ഒപ്പം പറന്ന് പുള്ളിയിൽ ഒരാണാണ് അപ്പുറത്തുണ്ട്. അത് ഞാൻ 9:30 മണിക്ക് വെട്ടിട്ട് ഈ പ്രാവ് കുറച്ചും കൂടി പറന്നു. എനിക്കന്ന് പറവ അവൻ്റെ സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഇറക്കിയതാണ്. അതിന് ശേഷം നമുക്ക് എല്ലാ പറവയും ഇത് 4-ാം സ്ഥാനം 5-ാം സ്ഥാനം എന്തോ അന്നുണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം പറന്ന പ്രാവ് ഈ ഒരു പുള്ളിയാണ്. അതായത് നമുക്ക് 2019 ഒപ്പം പറന്ന പ്രാവ് ആ കത്തങ്ങയും ഇതും കൂടി. അന്ന് നീ എൻ്റെ വീഡിയോയിലുണ്ടായിരുന്നു, കത്തങ്ങ പ്രാവ് പറക്കൂല എന്നൊക്കെ പറഞ്ഞിട്ട്. പ്രാവൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള പ്രാവ് ഏത് കളറാണെങ്കിലും പ്രാവ് പറക്കും. കളറിലൊന്നും ഒരു ഇതുമില്ല. നല്ല പ്രാവായിരിക്കണം, പറക്കാനുള്ള കപ്പാസിറ്റി ഉള്ള പ്രാവാണെങ്കിൽ പറന്നിരിക്കും ഏത് കളറാണെങ്കിലും. കൂടെ പറന്ന പ്രാവ്, അതായത് ഇത് ഈ പ്രാവ് കൂടെ പറന്ന പ്രാവാണ്. ഇതിന്റെ അനിയനാണ് കത്തങ്ങ. ആദ്യം കാണിച്ചത് കത്തങ്ങ, ഇത് ഏട്ടനും അത് അനിയനും. ഇത് നമ്മുടെ ഷിബുവിൻ്റെ പന്തയത്തിൽ 19-5 ഒരു 8.5 പന്തയം ഫസ്റ്റ് വാങ്ങി തന്നതിൻ്റെ മറ്റേ ഒരു പ്രാവ് കാണിച്ചു തന്നില്ലേ, അതിൻ്റെ ഒപ്പം പറന്ന പ്രാവ്. ഇതിൻ്റെ അപ്പനാണത്. അതിൻ്റെ മകൻ വന്നിട്ട് സബ്ജാപ്പുള്ളി നഷ്ടപ്പെട്ടു പ്രാവ്. 60 ദിവസം നഷ്ടപ്പെട്ടു പ്രാവ്. ഇതാണ് ജോഡി. ഈ പട്ട വന്നിട്ട് നമുക്ക് 2019 2018 കാലത്തൊക്കെ 20 മണിക്കൂർ 19:58 പറഞ്ഞില്ലേ, അത് ഈ പട്ടയാണ്. ഇതിൻ്റെ അതിന് മക്കളൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ ഈ ജോഡിൻ്റെ വേറൊരു പ്രാവാണ് നമുക്ക് ഇപ്രാവശ്യം 8.5 പന്തയത്തിൽ പറന്നത്. തേർഡാണ് പ്രാവശ്യം, തേർഡുണ്ട്. 13 മണിക്കൂർ 28 മിനിറ്റും അത്ര പറഞ്ഞിട്ടുണ്ട്. ആ പ്രാവ് പറഞ്ഞതുപോലെ എന്താ പറയുക, ഇപ്പോൾ നമ്മൾ 33 പറന്നു, ഇപ്പോൾ പറന്നു പറയില്ലേ. പക്ഷെ അതൊക്കെ ഈ 2019 2018 കാലഘട്ടത്തൊക്കെ അതിനേക്കാളും പറഞ്ഞതാണ്. പക്ഷെ നമുക്ക് റിക്കടിക്കൽ വരാൻ പറ്റില്ല. കാരണം മത്സര ദിവസം ഈ പ്രാവ് രാത്രി ഒരുപാട് ഹൈറ്റിൽ പറന്നിട്ട് സമയത്തിന് കാണിച്ചു കൊടുക്കാൻ ഒരുപാട് മിസ്സായ പ്രാവാണ്. അപ്പോൾ നമുക്ക് ഓർമ്മ വന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു തന്നെ ഉള്ളൂ. അതാണ് 8.5 പന്തയിൽ ഇക്കൊല്ലം തേർഡുണ്ട് ഈ പ്രാവിന്. ഈ വർഷം പറന്ന പ്രാവാണ്. അതിൻ്റെ ഒപ്പം പറന്ന പ്രാവാണ് ഈ ഒരു പ്രാവ്. ആ ഒരു പ്രാവ് ഒപ്പം പറന്ന പ്രാവാണ്. ഇതന്നെയാണ് ഈ വർഷം നമുക്ക് പുതുപ്പരാരം നമ്മുടെ ഡിസ്ട്രിക്റ്റിൽ ബിയിൽ വന്നിട്ട് സെക്കൻഡ് ഉണ്ട്. 18 മണിക്കൂറും 48 മിനിറ്റും ഈ പ്രാവാണ്. ഈ പ്രാവ് തന്നെയാണ് നമുക്ക് പുതുപ്പരാരം ഈ കൊല്ലം ഫസ്റ്റ് വാങ്ങി തന്നതും ആ പ്രാവാണ്.
അതിൻ്റെ ഒപ്പം പറന്ന പ്രാവാണ് ഈ പ്രാവ്. ഇതന്നെയാണ് 29 പറന്നതും. ഒപ്പം പറന്ന പ്രാവാണ്. ഇതന്നെയാണ് 29 പറന്നത്, പിന്നെ 19-5 പറന്നത്. ഇതെല്ലാം ഇങ്ങനെയല്ല. ഇത് 2 പന്തയം പറന്നു. ഈ പെട്ടെന്ന് 3-4 പന്തയം, ഒരുപാട് പന്തയങ്ങൾ 1-ാം തീയതി മുതൽ 3-ാം തീയതി വരെ പറന്ന പ്രാവുകളാണ്. ഈ വർഷം പറന്ന പ്രാവുകളാണ്. ഈ ഒരു പ്രാവ് ഈ വർഷത്തെയാണ്. മറ്റേ പ്രാവ് 2 വർഷമായി. 2 വർഷമായി. ഇനി ഏകദേശം ഒരേ ബ്ലഡ് ലൈനിലുള്ള ഒരേ മേലത്തെയും താഴത്തെയും പ്രാവുകളാണ് കണ്ടിന്യൂസ് ആയിട്ട് പറക്കുന്നത്. അതെ, നമ്മുടെ അടുത്ത് ഇപ്പൊ നിലവില് പ്രാവുകൾ എപ്പോഴും ഉള്ളത് തന്നെ നമുക്ക് പന്തയം പറന്ന പ്രാവുകൾ, അവരുടെ മക്കള്, അല്ലെങ്കിൽ പറന്നതിന്റെ അപ്പൻ, അങ്ങനെയുള്ള പ്രാവുകളുള്ളൂ. അല്ല വേറെ കലർത്താനോ മറ്റുള്ളതാകാനോ പ്രാവില്ല. എല്ലാ പ്രാവും ടൂർണമെന്റ് പറന്ന പ്രാവുകളാണ്. ഇതിപ്പോൾ പറയാൻ വേണ്ടത് അടുത്ത വർഷം പറക്കാനുള്ള പ്രാവുകളാണ് ഈ കാണുന്നതെല്ലാം. അടുത്ത വർഷം കഴിഞ്ഞ കൊല്ലം പറപ്പിച്ച് വെച്ച പ്രാവുകളാണ്. ഈ വരുന്ന വർഷം 2025 ആയുസിനും ആരോഗ്യത്തിനും കേടുപാടില്ലെങ്കിൽ ഒക്കെ പറക്കാനുള്ള പ്രാവുകൾ തന്നെയാണ്. ഇതൊക്കെ ആ പറഞ്ഞതിൻ്റെ മക്കളാണ്. 19 മണിക്കൂർ 17 മിനിറ്റ് പറന്നതിൻ്റെ മക്കളാണ്. അടുത്ത പ്രാവശ്യം നമുക്ക് പറത്താനുള്ള വേണ്ടി വെച്ചതാണ്. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് 16 മണിക്കൂറും 56 മിനിറ്റോ എന്തോ തന്ന പ്രാവാണ് കഴിഞ്ഞ കൊല്ലം 2023-ല് 24-ലും. പക്ഷെ 24 നമുക്ക് ടൂർണമെന്റ് വിടാൻ പറ്റില്ല. അത് ഈ നേരത്തെ നീ പറഞ്ഞല്ലേ, എന്തെങ്കിലുമൊക്കെ കാരണവശാലും ഓരോ പ്രാവല്ല, അങ്ങനെ ഒരു മൂടിക്കൊഴിച്ചിലും പ്രാവിന് ഇതായപ്പോൾ പ്രാവ് നിർത്തിയ പ്രാവാണ്. ഈ പ്രാവശ്യം പറത്തണം. 2025-ലും പറത്തണം. 2 കൊല്ലമായിട്ട് പറന്നുകൊണ്ടിരിക്കുന്ന പ്രാവാണ്. ടൂർണമെന്റ് ബേസ് ചെയ്ത് പറന്ന പ്രാവ് തന്നെയാണ്. ധാരാളം പറന്നുണ്ട്. റിക്കാർഡിക്കൽ വന്നിട്ട് 17 മണിക്കൂറോളം താഴെ 16 മണിക്കൂർ 56 മിനിറ്റോ നമുക്ക് പറന്നിട്ടുണ്ട്. കൂട്ടുപന്തയം പറന്നിട്ടുണ്ട്, ടൂർണമെന്റ് പറന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ പറന്ന പ്രാവുകളാണ്. ഇത് മേലത്തെ ഒരു പ്രാവ് ഞാൻ പറത്തിയിട്ടില്ല, അത് പറത്തുമില്ല. അത് നമ്മൾ ബ്രീഡിങ്ങിന് വേണ്ടി വെച്ച പ്രാവാണ്. അത് ഓരോരുത്തർ ബ്രീഡിങ്ങിന് പറയുമ്പോൾ അതെങ്ങനെയാന്നൊക്കെ ചോദിക്കും. നമുക്ക് നമ്മുടെ പ്രാവ് അറിയുന്നതുകൊണ്ട് അത് പറത്താറില്ല, അങ്ങനെ വെക്കുന്ന മാത്രം. അത് ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്രാവ് നഷ്ടപ്പെട്ട് പറഞ്ഞില്ലേ, നമ്മുടെ 19-5 പറഞ്ഞ പുതുപ്പിരാരം ടൂർണമെന്റ് പറഞ്ഞതിന്റെ അതിന്റെ താഴത്തെ കുഞ്ചാണത്. അത്ര തന്നെ ഉള്ളൂ. വെള്ള സബ്ജാപ്പുള്ളി. സബ്ജിയിലാണ് പ്രാവുകള് പല കളറിലും വരുന്നു മാത്രം. കൂടുതലും വെള്ളയായിരിക്കും. സബ്ജിയിലുണ്ട് റക്കവെള്ള, ഓരോരുത്തർ മൈന എന്നൊക്കെ പറയില്ലേ. പുതിയ ജോഡി സെറ്റ് ചെയ്താണ് നമ്മൾ. ഇപ്രാവശ്യം പുതുപ്പിരാരം ടൂർണമെന്റ് ഫസ്റ്റ് പറഞ്ഞില്ലേ, ആ പട്ടയും പറന്നതാണ്. അത് ഇപ്രാവശ്യം 10-17 മണിക്കൂറുള്ള ടൂർണമെന്റ് ബേസ് ചെയ്ത് പറന്നതാണ്. ഞാൻ അടുത്ത് വേറെ കാണിച്ചു തരാം, പുറത്തുനിന്ന് വേറെ കാണിച്ചു തരാം. അതും നമ്മുടെ 19 മണിക്കൂർ മകനാണത്. ഇതിന്റെ ഏട്ടത്തിയാണ് 33 മണിക്കൂർ പറഞ്ഞത്. മെയിലിന്റെ ഏട്ടത്തി. അതെ അതെ, ഒരേ തന്നെയാണ്. ഇത് നമ്മുടെ വന്നിട്ട് 19 മണിക്കൂർ 58 മിനിറ്റും ഗോപി മെമ്മോറിയൽ 2019 പറന്ന പ്രാവുക്കളാണ്. അതിൻ്റെ ഒപ്പം പറന്ന പ്രാവുക്കളാണ് ഈ ഒരു പ്രാവ്. അതിൻ്റെ രണ്ടും ഒരുമിച്ച് പറന്ന പ്രാവാണ്. അതിങ്ങനെ
കൊത്തു വിടണ്ടാവട്ടെ. കാണിക്കാം സെപ്പറേറ്റ് സെപ്പറേറ്റ് കാണിക്കാം. ഇത് വന്നിട്ട് 2020 19-17 ശിവം പഞ്ചിക്ക മെമ്മോറിയലിൽ 19-17 പറഞ്ഞ് ഫസ്റ്റ് വാങ്ങി തന്നാണ്. ഇതാണ് 33 പറഞ്ഞതിൻ്റെ അമ്മ. ആ അതിൻ്റെ അമ്മയാണ് അതിൻ്റെ താഴെയുള്ളത്. ഇതിൻ്റെ അമ്മയാണ് അതിൻ്റെ താഴെയുള്ളത്. ഇതിൻ്റെ മക്കളാണ് അപ്പുറത്ത് മേലെ കാണിച്ചതൊക്കെ അതിൻ്റെ മക്കളാണ്. ആ ഗുൽദാറിൻ്റെ മക്കൾ തന്നെയാണ്. അതും മകൾ തന്നെയാണ്. അത് ഞാൻ പറത്താത്ത പ്രാവാ. അതിൻ്റെ മക്കൾ ഒരുപാട് പറന്നിട്ടുണ്ട്. ടൂർണമെൻറ്റിൽ പൈസ ചെയ്ത് പറന്നിട്ടുണ്ട്. പ്രാവ് നഷ്ടപ്പെട്ടു. ആ അത് വലിയ പ്രാവാണ്. അത് വന്നിട്ട് വലിയ വെള്ളാണ്ട അമ്മയാണത്. ഈ വെള്ളാണ്ട അമ്മയാണ്. 19 മണിക്കൂർ നമ്മൾ പ്രളയ ദിവസം പറന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ അമ്മയാണത്. ആ പ്രാവ് അതിൻ്റെ മകളാണ് ഈ കാണുന്നത്. ആ ഗോൾഡ് വാങ്ങി തന്നതിൻ്റെ അത് ആങ്ങള, ഇത് പെങ്ങള്. മണിക്കൂർ 58 മിനിറ്റും പറന്ന് പറഞ്ഞില്ലേ, ആ അതിൻ്റെ ഒപ്പം പറന്ന പ്രാവ്. നമ്മുടെ ഇതിൻ്റെ മക്കളാണ് 19-5 പിന്നെ ഷിബുവിൻ്റെ പന്തയം പറഞ്ഞില്ലേ, അത് പിന്നെ 13 ടൂർണമെൻറ്റിൽ പറന്ന പ്രാവ് ഇതിൻ്റെ മക്കളാണ്. എൻ്റെ മക്കൾ കൊല്ലം പറന്നിട്ടുണ്ട്. ഇനി മക്കളൊക്കെ ഉണ്ട് പറക്കാനുണ്ട്. അതും പറന്ന പ്രാവ് തന്നെയാണ്. ടൂർണമെൻറ്റ് വിട്ടില്ല. ഒരുപാട് പ്രാവുകൾ നമുക്ക് ഏകദേശം ഒരു 10-15 പ്രാവുകൾ ടൂർണമെൻറ്റ് സെറ്റ് ചെയ്ത് പറത്തും. ടൂർണമെൻറ്റ് വിടുമ്പോൾ 4-5 പ്രാവേ നമുക്ക് വിടാൻ പറ്റുള്ളൂ. കാരണം ഒരേ അടുപ്പിച്ച് ടൂർണമെൻറ്റുകൾ വരുന്നതുകൊണ്ട് ബാക്കിയുള്ള പ്രാവുകൾ വയ്ക്കും. ഇത് നമ്മുടെ പുതുപ്പുരാരൻ ടൂർണമെൻറ്റ് പറഞ്ഞതിൻ്റെ മകളാണ്. അതിൻ്റെ മക്കൾ ഇപ്രാവശ്യം എടുത്തു വെച്ചിട്ടുണ്ട്. അത് ഞാൻ ആ 2024 അല്ല 14 പറന്നു പറഞ്ഞില്ലേ, അതിൻ്റെ മകളാണ്. ഇപ്പം പറഞ്ഞതാണ്. അതെ അതെ. താഴെയുള്ളതൊക്കെ വലിയ പ്രാവുക്കളാണ്. നമ്മൾ ഈ പറഞ്ഞ പുള്ളിപ്പട്ടനെയും അതിൻ്റെയും വലിയ അതുകളുടെ അമ്മയാണ്. അത് കത്തങ്ങൻ്റെ അമ്മകളാണ് അതൊക്കെ. ആ ബൂതി ആണ്ട അമ്മയാണ്. ഇത് വന്നിട്ട് പുള്ളി ഒരു 2 ഏട്ടത്തനിയത്തിലാണ് താഴെയും മേലെയുള്ളത്. ആ ഇത് വന്നിട്ട് ആ കത്തങ്ങൻ്റെ, ഇത് വന്നിട്ട് ആ പുള്ളിപ്പട്ടൻ്റെ അമ്മ, മേലത്തെ വന്നിട്ട് പുള്ളിപ്പട്ടൻ്റെ അമ്മ. അത് വലിയ പ്രാവാണ്. വെള്ളാണ്ട ഒപ്പമുള്ള പ്രാക്കളാണ്. വേൾഡ് റെക്കോർഡ് എന്നൊക്കെ പറയുന്ന സംഗതിയാണ്. ഇതാണ് 33 മണിക്കൂറും 28 മിനിറ്റും പറന്ന പ്രാവുക്കൾ. അതിൽ ഇപ്പുറത്തെ ആ വാലിൽ സീല് കാണുന്നത് 29 മണിക്കൂർ പറന്നത്, 29-9. ഇത് പിന്നീട് പറന്ന പ്രാവാണ്. അതെ 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 അതെ. 29-9. രണ്ടും ഫീമെയിലാണ്, രണ്ടും പെട്ടകളാണ്. വിങ്സിന്റെ ഒരു പാറ്റേൺ തക്ക വെട്ടിയിരിക്കുകയല്ല. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 41 42 43 44 45 46 47 48 49 50 51 52 53 54 55 56 57 58 59 60 61 62 63 64 65 66 67 68 69 70 71 72 73 74 75 76 77 78 79 80 81 82 83 84 85 86 87 88 89 90 91 92 93 94 95 96 97 98 99 100 101 102 103 104 105 106 107 108 109 110 111 112 113 114 115 116 117 118 119 120 121 122 123 124 125 126 127 128 129 130 131 132 133 134 135 136 137 138 139 140 141 142 143 144 145 146 147 148 149 150 151 152 153 154 155 156 157
കാണിച്ചു തരില്ല. അത് ചിറക് കാണിച്ച് വെട്ടിയിരിക്കല്ലേ, ചിറകൊക്കെ വെട്ടിയിരിക്കല്ലേ. ഇത് നമുക്ക് കൊച്ചി പന്തയത്തിൽ 19.5 പറഞ്ഞ പ്രാവാണത്. അതായത് ഒരു പ്രാവ് 29 പറഞ്ഞതിൻ്റെ ഒപ്പം പറഞ്ഞ പ്രാവ് തന്നെയാണത്. അത് രണ്ടും കൂടിയിട്ടാണ് പറഞ്ഞത്. ഈ 29 അത് പറഞ്ഞതും അതും കൂടിയിട്ടുള്ള പറഞ്ഞത്. ഈ പ്രാവ് തന്നെയാണ് നമുക്ക് കൊച്ചി പന്തയത്തിൽ 19.5 പറഞ്ഞത്. 20-ാം തീയതി പറഞ്ഞ പ്രാവ് പറഞ്ഞത്. അതിൻ്റെ ഒപ്പം പറഞ്ഞതാണ് അതും ഇതും കൂടിയിട്ട് പറഞ്ഞത്. നമ്മൾ 29 പറഞ്ഞത് അതിൻ്റെ പിറ്റത്തെ ആഴ്ച പറഞ്ഞത്. ഡിസ്ട്രിക്ട് ബിയിൽ ഇപ്രാവശ്യം 18.45 2024 അതേപോലെ പുതുപ്പുരാരം ഷിബുവിൻ്റെ പന്തയത്തിൽ ഫസ്റ്റ് ഒക്കെ ഈ പ്രാവുകൾ തന്നെയാണ്. രണ്ടും ഒരേ ദിവസം വിട്ടാണ് 2 ടൂർണമെൻറ്റ് വിട്ടതാണ്. ആഗസ്റ്റ് 3-ാം തീയതി വിട്ടിട്ട് കിട്ടിയതാണ്. ഇതാണാണ്, അത് പെൺപ്രാവാണ്. 17-ാം തീയതി ജൂലൈ 17-ാം തീയതി നമുക്ക് 13.5 ടൂർണമെൻറ്റ് പറഞ്ഞത് ഈ ഒരു പ്രാവാണ്. 13.5 മണി 3-ാം സ്ഥാനമുണ്ട്. ഇതും ഇതിനൊപ്പം പറഞ്ഞ പ്രാവാണ്. ഇത് 3-ാം സ്ഥാനം. ഇതും ആണ്, രണ്ടും ആണാണ്. ഇത് തന്നെയാണ് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം പുതുപ്പുരാരം ടൂർണമെൻറ്റ് 13.5 ടൂർണമെൻറ്റ് ഫസ്റ്റ് അടിച്ചതിൻ്റെ. ഇത് ഏട്ട, അത് അനിയനാണ്. അത് നഷ്ടപ്പെട്ട് പറഞ്ഞല്ലേ. ഇത് ഏട്ട, അത് അനിയൻ. അത് തന്നെയാണ് പുതുപ്പുരാരം ടൂർണമെൻറ്റ് 19.5 പറഞ്ഞത്. 19.4 പറഞ്ഞ പ്രാവ് ആണ്. കയ്യിൽ കുത്തി നിൽക്കില്ല. അത് ആ ഒരു എല്ലാ പ്രാവുകളും കയ്യിൽ കടിക്കും. ഇതാണ് നമുക്ക് 29 പറഞ്ഞതിൻ്റെ അമ്മ. ഇതന്നെ നമുക്ക് 2020 ഗോപി മെമ്മോറിയലിൽ സെക്കൻഡ് വൈൻ തന്നിട്ടുണ്ട്. ഈ പ്രാവ് ഇതിൻ്റെ മക്കളാണ് 29 അതേ ഗോപി മെമ്മോറിയൽ ഫസ്റ്റ് അടിച്ച് തന്നത്. ഇതിൻ്റെ അപ്പനും ഉണ്ട്, കാണിച്ചു തരാം. ഇത് 29 പറഞ്ഞതിൻ്റെ അപ്പനാണ്. ആ പ്രാവും ഈ പ്രാവും കൂടി ജോഡിയിട്ടിട്ടാണ് ഒരു പറഞ്ഞത്. അത് നമുക്ക് ഇപ്രാവശ്യത്തെ പ്രാവാണ്. പറക്കുന്ന സമയത്ത് ഒരു പട്ടാവ് പ്രാവാണ്, ഫീമെയിൽ. അതിന്റെ മോളാണ് 29 പറഞ്ഞത്. അതായത് 2020 ഗോപി മെമ്മോറിയലിൽ സെക്കൻഡ് വൈൻ തന്നതാണ് അമ്മ. മകള് 2024 ഫസ്റ്റ് വൈൻ തന്നു. ഇത് 33 പറഞ്ഞതിൻ്റെ മകളാണ്. ഈ അമ്മയും മകളുമായിട്ടാണ് പറക്കേണ്ടത്. ഇത് മത്സരത്തിൻ്റെ കുറച്ച് ഒരു 3-4 ഉടനെ മുമ്പ് ലഗഡ് അടിച്ചിട്ട് ഈ കൺപീരിൻ്റെ അവിടെ ലഗഡ് അടിച്ചിട്ട് ആകെ ഇടങ്ങറായി. അതിന് ശേഷമാണ് ആ പ്രാവിനെ എടുക്കുന്നത്. അതിന് വിടണ്ടേ വന്നത്. ഇല്ലെങ്കിൽ ഇത് അമ്മയും മകളാണ് പറക്കേണ്ടത്. ഇതൊക്കെ ധാരാളം പറന്ന പ്രാവാണ്. ഇത് തന്നെയാണ് നമുക്ക് പിന്നെ ഗോപി മെമ്മോറിയൽ 2020 പറന്ന് പറഞ്ഞില്ലേ സെക്കൻഡ്. ഈ പ്രാവും ആ പ്രാവ് ഇതിൻ്റെ മകളാണ് ഇപ്രാവശ്യം 33 പറഞ്ഞ് ഫസ്റ്റ് അടിച്ചു തന്നത്. അമ്മ 33-ൻ്റെ അമ്മ. ഇത് വന്നിട്ട് നമുക്ക് 2019 2020 ശിവൻ പഞ്ചിക്ക മെമ്മോറിയലിൽ ഫസ്റ്റായിരുന്നു അമ്മ. മകളും ഇപ്രാവശ്യം 2024 ഫസ്റ്റാണ്. 20-ലും ഫസ്റ്റാണ്, പിന്നെ 24-ലും ഫസ്റ്റാണ്. ഇതും അമ്മ, അത് മകള്. ഇതിൻ്റെ അമ്മ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തന്നെ. ഗുൽദാർ പറഞ്ഞില്ലേ 13 പറഞ്ഞതിൻ്റെ അപ്പൻ്റെ ഫാമിലി പെട്ടതാണ്. പക്ഷേ അപ്പന് ഇതേ കളറാണ്. ഇതല്ല, അവൻ്റെ അനിയനാണത്. ഇതിൻ്റെ ഏട്ടൻ്റെ മകളാണത്. ഇതനിയ അത് ലഡു കൊണ്ടുപോയി നമ്മുടെ അടുത്ത്. ഇതേ കളർ ഇതേപോലെ ഉണ്ടാവും, പാണ്ടെന്ന് പറയും. പറന്നാണ് 2020 2019 ധാരാളം പറന്ന പ്രാവാണ്. വെളിപ്പ് നമ്മുടെ ദിനചര്യയെ ഇതാണ്. ദിവസം പണി രാവിലെ പുറത്ത് വിടണം,
പുറത്ത് വിട്ടിട്ട് പ്രാവുകൾക്ക് തീറ്റ കൊടുക്കുക. ഷെഡിൻ്റെ അകത്ത് കൊടുത്ത് തീറ്റ കൊടുക്കാറില്ല. എനിക്ക് ഷെഡിൻ്റെ അകത്ത് കൊടുക്കുന്നത് ശരിയില്ല. അത് പറത്തണ സമയത്താണെങ്കിലും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ പറവ് കഴിഞ്ഞ് 4 മണി 5 മണി ശേഷമാണ് പ്രാവ് ഇറങ്ങണമെങ്കിൽ അപ്പോഴും ഇതേപോലെ പുറത്ത് വിട്ടിട്ടേ പറ്റുള്ളൂ. മൊത്തത്തിൽ ഉറക്കമില്ലാണ്ട് നടക്കുന്ന ആളാണ്. ഓട്ടുന്ന സമയത്ത് ഇതേ തന്നെയാണ് ശൈലി. രാത്രിയാണെങ്കിലും ഇതേപോലെ തന്നെയാണ്. 2 മണി പ്രാവ് ഇറങ്ങിയ ശേഷമേ തീറ്റ കൊടുക്കാറുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് പ്രാവുകൾ നല്ല കണ്ടീഷനിൽ നിൽക്കണമെന്ന് തോന്നുകയാണെങ്കിൽ പ്രാവുകൾ നല്ല കണ്ടീഷനിൽ നിൽക്കണമെന്ന് തോന്നുള്ളൂ 2 മണി ശേഷം. അപ്പോൾ 2 മണി ശേഷമേ തുറക്കുള്ളൂ. തുറന്നു കഴിഞ്ഞാൽ പ്രാവുകൾ ഇതേടെ തീറ്റ 2 സെക്ഷൻ ആണ് വേറെ പെട്ട വേറെയായിട്ട് വിടുക. ആ 2 സെക്ഷൻ വിട്ട് കഴിഞ്ഞ ശേഷം അപ്പോൾ അത് കണ്ടിട്ടേ പറക്കും. അപ്പോൾ 1-2 മണിക്കൂർ അങ്ങനെ കണ്ടിട്ട് പറക്കും. പ്രാവ് കണ്ടിട്ട് 2-3 മണിക്കൂർ പറന്ന ശേഷമാണ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ ശേഷം പിന്നെ പ്രാവിനെ കലച്ചിട്ട് ഇളക്കിയിട്ട് വേണം ഇരുത്താൻ. അത് ചില സമയങ്ങളിൽ, എല്ലാ ദിവസവും ഇല്ല, ചില സമയങ്ങളിൽ പ്രാവ് കണ്ടീഷൻ പറക്കുമെന്ന് തോന്നുമ്പോൾ ഉള്ളതാണ്. പ്രാവ് പറത്താനായിട്ട് നമ്മൾ നിൽക്കണം. പറക്കുമെന്ന് പറയുമ്പോൾ നമ്മൾ അന്നത്തെ ഡേറ്റിനനുസരിച്ചിട്ടാണ് പ്രാവുകളെ ഓട്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക. നമുക്ക് ഇപ്രാവശ്യം 33 മണിക്കൂർ പറന്നിട്ട് ഒരുപാട് ആൾക്കാർ പ്രോത്സാഹന സമ്മാനങ്ങൾ നിറയെ തന്നിട്ടുണ്ട്. അതിൽ ഒരു സമ്മാനമാണ് ഈ ഒരു ഫോട്ടോ അയച്ചു തന്നത് നമ്മുടെ മേട്ടുപ്പാളയത്തിലുള്ള പ്രദേശ് ടൂർണമെൻറ്റിലാണ് വെച്ചിട്ടാണ് ഇത് തന്നത്. വളരെ സന്തോഷം, വളരെ നന്ദി. അവർക്കൊരു ഇത് തരാനുള്ളത്. അതേപോലെ ഇപ്രാവശ്യം നമുക്ക് നമ്മുടെ തെരുവത്തെ ഷമീർ ചടനാങ്കുറിശി എന്ന് പറയും, മൂപ്പര് തന്നതാണ്. വളരെ സന്തോഷം. അതിൽ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഒരു ട്രോഫിയും കൂടി ഉണ്ട്. ഒരു മിനിറ്റ്. ഇത് വന്നിട്ട് നമുക്ക് MK ലോഫ്റ്റ് അല്ല, അത് MK ലോഫ്റ്റ് നമ്മുടെ സുന്ദരം കോളനിയിൽ മനാഫ് എന്ന് പറയും, അവൻ തന്നാണ്. ഡിസ്ട്രിക്ട് ടൂർണമെൻറ്റിലൂടെ തന്നാണ് ഇത് രണ്ടും. അപ്പോൾ അതൊരു സന്തോഷം. പ്യാരി കൂട്ടായ്മയിൽ പറഞ്ഞ ഏരിയ ടൂർണമെൻറ്റിൽ നീയായിരുന്നു അത് വന്നിട്ടുണ്ടായിരുന്നത്. അതിൽ കിട്ടിയ സംഗതിയാണ് ഇത്. നമുക്ക് 33 മണിക്കൂർ 28 മിനിറ്റും പറഞ്ഞ നമുക്ക് വെണ്ണക്കര ടൂർണമെൻറ്റിന് പ്രൈസ് കൊടുക്കുന്നതിനൊപ്പം സ്പോൺസർ കിട്ടിയതാണ്. ഇത് നമുക്ക് സ്പോൺസർ തന്നതാണ് ഇർഫാൻ ഷമീർ MLA റോഡ് അവർക്ക് തന്നതാണ്. വളരെ നന്ദി, സന്തോഷം. ഇന്നൊന്നും കൂടിയുണ്ട്. ഇത് ഞാൻ പാണ്ഡം പ്രദേശ് പിന്നെ പള്ളിക്കുളം ഇവർ 21 മണിക്കൂറും 38 മിനിറ്റും പറഞ്ഞിട്ട് സ്പോൺസർ കിട്ടി. അത് വലിയ കപ്പാണ്. അത് വലിയ കപ്പ്. ഞാനപ്പോൾ പ്രാവശ്യം പറഞ്ഞു നല്ല കപ്പ് വേണ്ട, വലുത് കിട്ടിയിട്ട് വെക്കാൻ സ്ഥലവും ഇല്ല, അതുകൊണ്ട് നമുക്ക് ഇപ്രാവശ്യം കുറച്ച് നല്ലത് വേണ്ട, ചെറുത് മതി എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ചെറുതാക്കിയതാണ് കേട്ടോ. ഒന്ന് വലുത് തരാമെന്ന് ഉദ്ദേശിച്ചാണ്, വെക്കേണ്ടതൊക്കെ സ്ഥലമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെറുതാക്കിയിട്ട് വെക്കാൻ തന്നതാണ്. അപ്പോൾ കാരണം അതേപോലെ കൊച്ചിയിൽ പന്തയം വലിയ കപ്പാണ്, അത് കൊണ്ടുവന്നിട്ടില്ല കാരണം വെക്കാനും സ്ഥലമില്ല. ഇനിയിപ്പോൾ അത് കിട്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം. ഇവിടെ ഒരു കപ്പ് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ചെയ്യണം എന്നുള്ള സെറ്റപ്പ് ഉണ്ട്. നോക്കട്ടെ, ഇൻഷാ അല്ലാഹ് സാമ്പത്തികമായിട്ടൊക്കെ ബുദ്ധിമുട്ടില്ലെങ്കിൽ നമുക്ക് ചെയ്യാം. ഇതൊരു സ്പോൺസർ കിട്ടിയാണ്, അത് സന്തോഷം. പാണ്ഡം പ്രദേശ് പള്ളിക്കുളം ഷാക്കിർ സമ്മാനം കൂടി തന്നതാണ് നമ്മുടെ ഡിസ്ട്രിക്ട് ടൂർണമെൻറ്റിലൂടെ. AK ലോഫ്റ്റ് എന്നാണ് തോന്നുന്നത്, തെരുവത്തെയാണ്. അവർ കണ്ടാലേ എനിക്കറിയുള്ളൂ, പേരൊന്നും അത്ര വ്യക്തതയില്ല, അതുകൊണ്ട് ആരും തെറ്റിദ്ധരിക്കരുത്. ഇതായത് ഒരു സന്തോഷം. പ്രാവിൻ്റെ ചെലങ്ക, വെള്ളി ചെലങ്കയാണ് കേട്ടോ, നല്ല വിലയുള്ള സംഗതിയാണത്. അതും കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് പ്രോത്സാഹന സമ്മാനങ്ങൾ ഒരുപാട് ഭാഗത്ത് പോയിട്ട് കിട്ടിയിട്ടുണ്ട്. അതിലിപ്പോൾ ഇത് കൊച്ചിയിൽ നിന്ന് കിട്ടിയതാണ്. നമുക്ക് ഈ 33 മണിക്കൂർ 28 മിനിറ്റ് പറഞ്ഞതിൻ്റെ ഒരു സന്തോഷം കിട്ടിയതാണ്. പിന്നെ ഇത് വന്നിട്ട് കോഴിക്കോട്ട് നിന്ന് കിട്ടിയതാണ്. നമുക്ക് വേണ്ടിയിട്ട് ഇമ്പായിക്ക ഒരുപാട് സമയം ചെലവഴിച്ച ഒരു ഇൻ്റർവ്യൂ തന്നിക്കുകയാണ്. അപ്പോൾ വീഡിയോ തന്നതിന് വളരെയധികം നന്ദി. എന്തായാലും ഇനിയും വരും വർഷങ്ങളിൽ നല്ല ടൈമുകൾ അടിക്കാൻ സാധിക്കട്ടെ എന്ന് സന്തോഷം. എല്ലാവർക്കും വളരെ നന്ദി. നമ്മുടെ അയൽവാസിയാണ്, നമ്മുടെ അനിയന്മാരാണ്. അപ്പോൾ അവർക്ക് വീഡിയോ കൊടുത്തിട്ട് ഞാൻ ഇതുവരെ ആർക്കും വീഡിയോ കൊടുത്തിട്ടില്ല. വേണ്ട എന്നുള്ള ഉദ്ദേശമാണ്. ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ട്, വേണ്ട. പിന്നെ ഇവർ നമുക്ക് എന്താ പറയുക ഒഴിവാക്കാൻ പറ്റാത്ത കുട്ടികളാണ്, അതുകൊണ്ട് അവർക്ക് പറ്റില്ല. പിന്നെ അവരെ കൊണ്ട് തന്നെ ഒന്ന് എടുക്കാതെ ശരിയെന്ന് പറഞ്ഞു. എന്നാണ് അവർ സമയം കിട്ടിയത് അവർക്കും. പിന്നെ നമുക്ക് ട്രോഫികളൊക്കെ കൊല്ലത്ത് ഒരുപാട് ട്രോഫികളൊക്കെ കിട്ടേണ്ടിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് സമയം വൈകിയതാണ്, അല്ലാണ്ട് നീ വേറെ ഒന്നും വിചാരിക്കരുത്. അപ്പോൾ ആ ഒരു എന്തായാലും എനിക്ക് ഈ എന്താ പറയുക ഇതുപോലെ നമ്മളെ അറിയിച്ചതിന് വളരെ സന്തോഷം, നന്ദി. അപ്പോൾ നമുക്ക് വേണ്ടി ഇമ്പായിക്ക് നല്ലൊരു ഇൻ്റർവ്യൂ തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഇൻ്റർവ്യൂ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി കാണാൻ പോകുന്നത് 33 മണിക്കൂറും 28 മിനിറ്റും പറപ്പിച്ചതിൻ്റെ
സന്തോഷമായിക്കൊണ്ട് ഇംബൈക പാലക്കാടുള്ള 7 കമ്മിറ്റി അംഗങ്ങളെയും പ്രാവ് സ്നേഹികളെയും ക്ഷണിച്ചുകൊണ്ട് ഒരു ചെറിയൊരു സെലിബ്രേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ആണ്. അതിൽ തന്നെ ഒരുപാട് പ്രാവ് പ്രേമികളും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ നമുക്കിനി കാണാം. നമസ്കാരം. അപ്പോൾ ഞങ്ങൾ പാലക്കാട് ഡിസ്ട്രിക്ട് PGN ടൂർണമെൻറ്റ് വെണ്ണക്കര കമ്മിറ്റി അംഗങ്ങളാണ്. എൻ്റെ പേര് സുരേഷ്, അടുത്തിരിക്കുന്ന രതീഷ്. അപ്പോൾ എന്നെക്കാട്ടും കൂടുതലായിട്ട് ഇതിനെപ്പറ്റി പറയാൻ നമ്മുടെ കമ്മിറ്റി അംഗവും ലഫ്രിയുമായ രതീഷ് കൂടെയുണ്ട്. മൂപ്പരേക്ക് നമ്മൾ മൈക്ക് കൈമാറുന്നതാണ്. നമസ്കാരം. നമ്മുടെ ഇബ്രാഹിം പേഴുങ്കര പാലക്കാടിന് തന്നെ അഭിമാനമായിട്ടുള്ള റെക്കോർഡ് ടൈമാണ് പറപ്പിച്ചിട്ടുള്ളത്. 33 മണിക്കൂറും 28 മിനിറ്റും എന്ന റെക്കോർഡ് ടൈമാണ് നമ്മുടെ പാലക്കാടിന് വേണ്ടിയിട്ട് ഇബ്രാഹിം പേഴുങ്കര സ്വന്തമാക്കി തന്നത്. അതുപോലെ തന്നെ അതിന് അഭിനന്ദനം അറിയിക്കുന്നു. പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ നമ്മളുടെ കമ്മിറ്റിയിൽ ആദ്യത്തെ പറവ ഈ പ്രാവുകൾ തന്നെയാണ് നമ്മളെ പന്തയത്തിൽ വിട്ടിട്ടുണ്ടായിരുന്നത്. അന്ന് കാലാവസ്ഥ കുറച്ച് മോശം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഈ പ്രാവുകൾ ഒരു 15 മണിക്കൂറിൻ്റെ അടുത്ത്, അതായത് 9:54 14 മണിക്കൂറും 54 മിനിറ്റും നമ്മളുടെ ടൂർണമെൻറ്റ് പാലക്കാട് ഡിസ്ട്രിക്ട് PGN ടൂർണമെൻറ്റ് വെണ്ണക്കര കമ്മിറ്റി ആ ടൂർണമെൻറ്റിൽ ഈ 2 പ്രാക്കൾ തന്നെയാണ് പറന്നിട്ടുള്ളത്. അന്ന് നല്ലൊരു മികച്ച സമയം വരേണ്ടതായിരുന്നു. കാലാവസ്ഥ കുറച്ച് മോശമായതൊക്കെ കൊണ്ട് അന്ന് അത്ര പറക്കാൻ പറ്റിയുള്ളൂ. പാലക്കാട് തന്നെ വേറൊരു ടൂർണമെൻറ്റ് കമ്മിറ്റിയിൽ 2 ടൂർണമെൻറ്റുകളിലാണ് ഈ പ്രാവുകൾ പറന്നിട്ടുള്ളത്. അത് നമുക്ക് പാലക്കാടുകാർക്ക് അഭിമാനിക്കാനുള്ള ഒരു സന്ദർഭം കൂടി ഇബ്രാഹിം പേഴുങ്കര ഉണ്ടാക്കി തന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ തുടർച്ചയായിട്ട് കുറച്ച് വർഷങ്ങളായിട്ട് മികച്ച സമയമാണ് എല്ലാ വർഷവും പുള്ളി പറപ്പിച്ചുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ പാലക്കാട് ഏകദേശമുള്ള ടൂർണമെൻറ്റിലെല്ലാം പുള്ളി പങ്കെടുക്കാറുണ്ട്. ഓൾ കേരള ടൂർണമെൻറ്റുകളിൽ പങ്കെടുക്കാറുണ്ട്. നാഷണൽ ടൂർണമെൻറ്റുകളിലൊക്കെ പങ്കെടുക്കാറുള്ള വ്യക്തിയാണ് ഇബ്രാഹിം പേഴുങ്കര. അപ്പോൾ പുള്ളി ഇത്രയും വർഷമായിട്ട് പ്രാവുകൾ ഓരോ മികച്ച സമയങ്ങളാണ് കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വർഷം പറപ്പിച്ചിട്ടുണ്ടെങ്കിൽ തുടർച്ചയായിട്ട് അടുത്ത വർഷം അതിനേക്കാളും 1 മണിക്കൂറോ അല്ലെങ്കിൽ 2 മണിക്കൂറോ കൂടുതലായിട്ടാണ് പുള്ളി പറപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പാലക്കാടിൽ ഇപ്പോൾ ഈ വർഷം നടന്ന ഈ ടൂർണമെൻറ്റിൽ ഇത്രയൊരു ടൈം പറപ്പിച്ചു. അത് എല്ലാ കമ്മിറ്റിക്കാർക്കും അഭിനന്ദിക്കാനുള്ള ഒരു വകയും കൂടി ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ പുള്ളിക്ക് എല്ലാവിധ ആശംസകളും. അടുത്ത വർഷം വരുന്ന ടൂർണമെൻറ്റുകളിലെല്ലാം നല്ലൊരു സമയം, ഇതിനേക്കാളും മികച്ചൊരു സമയം കാഴ്ചവെക്കട്ടെ എന്ന് ആശംസിക്കുന്നു എന്ന് പാലക്കാട് ഡിസ്ട്രിക്ട് PGN ടൂർണമെൻറ്റ് കമ്മിറ്റി വെണ്ണക്കര അതോടൊപ്പം എൻ്റെയും ആശംസകൾ അറിയിക്കുന്നു. നമസ്കാരം, എൻ്റെ പേര് ഫൈസലാണ്. റക്കപ്പട്ട പ്രദേശ് ഫൈസലാണ് ഞാൻ സംസാരിക്കുന്നത്. പിന്നെ 25 മണിക്കൂറും 55 മിനിറ്റ് പറപ്പിച്ച് രാജേഷ് കറുകോടി. പിന്നെ അടുത്ത് പറപ്പിച്ചത് റക്കപ്പട്ട പ്രദേശ് 27 മണിക്കൂറും 9 മിനിറ്റും പറപ്പിച്ചു. 33 മണിക്കൂറും 29 മിനിറ്റും പറപ്പിച്ചു. അടുത്ത കാലഘട്ടത്തിൽ പാലക്കാട് ചാമ്പ്യന്മാർ ആര് പറപ്പിക്കണമല്ല, കഷ്ടപ്പെട്ടിട്ട് നല്ല രീതിക്ക് പറപ്പിച്ചിട്ട് ഒരു റെക്കോർഡും കൂടി ഒന്ന് ഇടണം. പ്രാവിനൊരു കപ്പാസിറ്റി പറയണത് ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിൽ തേടി പോവുക. ആ ലക്ഷ്യത്തിൽ തേടി കഷ്ടപ്പെടണമെനിക്ക് പറ്റുള്ളൂ. ഇപ്പോൾ 33 മണിക്കൂർ 29 മിനിറ്റും പറപ്പിക്കാൻ നല്ല കഷ്ടമുണ്ട്. ചിലവർക്കൊക്കെ തോന്നുമായിരിക്കും ഇത് സിമ്പിളായി പറക്കുന്നു. അതല്ല അതിലെ കാര്യങ്ങൾ. നല്ല കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഇതൊക്കെ പറപ്പിക്കുന്നത്. ആർക്കും ഇത് തോന്നണ്ട. എല്ലാവരും കഷ്ടപ്പെടുന്നവർക്ക് ഒരു ടൈം ഇട്ട് നല്ലൊരു റെക്കോർഡ് ഇടുക. അത് എല്ലാവരും ഇടുന്നത് സഹകരണങ്ങളായിട്ട് പാലക്കാട് ഇടുക. നല്ല ടൈമുകൾ ഇടുക. എല്ലാവരും പറഞ്ഞു, നാഗർകോവിലുകാർ പറഞ്ഞു, കോയമ്പത്തൂരുകാർ പറഞ്ഞു, മറ്റേ തിരുവനന്തപുരംകാർ പറഞ്ഞു, ഞങ്ങളുടെ അവിടുത്തെ ക്ലൈമറ്റുകൾ സൂപ്പറാണ്, നമ്മുടെ അവിടുത്തെ ക്ലൈമറ്റ് സൂപ്പറാണ്. പാലക്കാട് തന്നെ പറയുന്നുണ്ട്. പാലക്കാടത്തെ ക്ലൈമറ്റ് ആർക്കും അറിയില്ല. അത് അറിയാത്തതുകൊണ്ടാണ് ഈ റെക്കോർഡ് പറയണത്. റെക്കോർഡ് ഇട്ടുകൊണ്ടേ ഇരിക്കണം പറഞ്ഞിട്ടാണ് വാസിയിലാണ് പാലക്കാടുകാർ നിൽക്കുന്നത്. നല്ല റെക്കോർഡുകൾ ഇടണം. നല്ല പവർ കളിക്കണം. എല്ലാവരുടെയും സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും നമ്മൾ അയൽവാസികളുമായി ശരി, നമ്മുടെ ഗ്രൂപ്പ് ടീമായി ശരി, എല്ലാവർക്കും സപ്പോർട്ട് ചെയ്തിട്ട് സപ്പോർട്ടിലാണ് നിൽക്കേണ്ടത്. എന്നാലാണ് ഒരു പറവ ഉണ്ടാവുകയുള്ളൂ. ആരും തുച്ഛമായിട്ട് കണക്കാക്കണ്ട. ഒരാളും ഒരെത്തവനിക്കും ഇതിൽ ഒരു താന്നവനുമില്ല വലുതവനുമില്ല. നല്ല രീതിക്ക് പറപ്പിച്ചിട്ട് നല്ല പ്രൈസ് വാങ്ങുക. എല്ലാവരും വാങ്ങിയ ഓക്കെ ഡീൽ. പാലക്കാടിലേക്ക് ഇനിയും വരാനുള്ള ട്രോഫി എടുക്കാനുള്ള ചാമ്പ്യന്മാരുണ്ട്. അവർ കഷ്ടപ്പെടണം. കഷ്ടപ്പെട്ടാൽ കിട്ടുന്നുള്ളതാണ് ലക്ഷ്യം. നമസ്കാരം, എൻ്റെ പേര് ഷിബു എന്നാണ്. ഞാൻ പുതുപ്പുരയിലാണ് വീട്. ഞാനാണ് ഈ പുതുപ്പുരൻ ടൂർണമെൻറ്റ് ആദ്യമേ തുടങ്ങിയത്. ഇതിപ്പോൾ സെക്രട്ടറി ശിവദാസൻ തോണിപ്പാളയാണ്. അതുപോലെ നമ്മുടെ കമ്മിറ്റി അംഗമാണ് അസ്കർ നീലിക്കാട്. ആൻറ്റിമഠം എല്ലാവരും അറിയപ്പെടുന്ന ആളാണ്. അതായത് ഇമ്പായക്കാനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞങ്ങൾ പുതുപ്പുരൻ ടൂർണമെൻറ്റ് 2017 സ്റ്റാർട്ട് ചെയ്തതാണ്. പിന്നെ എനിക്ക് ജോലിയെ സംബന്ധിച്ച് അതിൻ്റെ പുറകിൽ നടക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എല്ലാ സഹായങ്ങളും ചെയ്യലുണ്ട്. അപ്പോൾ കമ്മിറ്റിയൊക്കെ ഇവരൊക്കെയാണ്. അപ്പോൾ അതിൽ 2018 മുതൽ ഇബ്രാഹിം പേഴുങ്കര നമ്മുടെ ടൂർണമെൻറ്റിലുള്ളതാണ്. അപ്പോൾ അതിൽ 2 വർഷം 2018-19 പുള്ളിക്ക് ഒരു സമയം പറപ്പിക്കാൻ പറ്റിയില്ല. അതായത് ടൈം സഭ കിട്ടിയില്ല. 2018 മറ്റേ 2 മണിക്ക് എന്തോ പ്രാവ് രാത്രി 2 മണിക്ക് പ്രാവ് ടൈം ഔട്ടായി പോയി. അതുപോലെ 19 ഇതുപോലെ തന്നെ രാത്രി ടൈം ഔട്ട് ആവുകയാണ് ചെയ്തത്. അപ്പോൾ അതിനടുത്ത വർഷം 2020 ഞാൻ ഓർക്കണു, 2020 10 സംതിങ്ങിന് ഇമ്പായിക്ക വേഗം പ്രാവ് പറന്നുകൊണ്ടിരിക്കുന്ന പ്രാവിനെ വേഗം ചിറവിട്ടിട്ട് ഇറക്കി. അപ്പോൾ ഞാനിവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്താ ഇമ്പായിക്ക മരയ്ക്ക് പറന്നുകൊണ്ടിരിക്കുന്നത് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത്, ഞങ്ങൾക്ക് നിങ്ങളുടെ പന്തയം 2 വർഷമായി എനിക്കൊരു ലക്കില്ല, ഔട്ടായി പോവാണ്. ഈ വർഷം ഞാനൊരു സഭ പിടിക്കട്ടെ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇറക്കണമെന്ന് പറഞ്ഞിട്ട് 10 മണിക്ക് ശേഷം പുള്ളി വെട്ടിട്ട് ഇറക്കുകയുണ്ടായി. അപ്പോൾ അതിനുശേഷം 2021 12-10 എന്തോ പറപ്പിച്ച് പുള്ളി 6ാം സ്ഥാനത്ത് എത്തി. അതിനുശേഷം 2 വർഷം ഇമ്പായികയാണ് ഞങ്ങളുടെ പന്തയത്തിൽ ലീഡ് നിൽക്കുന്നത്. ഇത് ഈ വർഷം 3ാമത്തെ വർഷമാണ്. പന്തയം കഴിഞ്ഞിട്ടില്ല. അതായത് ഇനിയൊരു ചാൻസ് പറവുകൾ ഒരു 3 ദിവസം ചാൻസ് പറവയുണ്ട്. അത് കഴിഞ്ഞാലാണ് ആവുള്ളൂ. ഇപ്പോൾ നിലവിൽ ഇമ്പായിക്കാണ് ലീഡ് നിൽക്കുന്നത്. ഇമ്പായിക്ക് തന്നെ ആണെങ്കിൽ ഹാട്രിക്കായി ഞങ്ങളുടെ പുതുപ്പുരൻ ടൂർണമെൻറ്റിൽ ഹാട്രിക്കായിട്ടാണ് ഇമ്പായിക്ക നിൽക്കുന്നത്. ഇപ്പോൾ ഈ വർഷം കിട്ടിയാൽ ഹാട്രിക്കാണ്. അപ്പോൾ എനിക്ക് മറ്റുള്ളവരോടും പറയാനുള്ളത്, നമ്മൾ ഒരു സമയം പറപ്പിച്ചിട്ടുണ്ടാവും. പക്ഷേ ആ സമയം നമുക്ക് കവർ ചെയ്ത് കിട്ടണം. നമുക്ക് എന്തെങ്കിലും ഒരു ഫാൾട്ടാണ് തോന്നിയാൽ ഇമ്പായിക്ക് ചെയ്ത പോലെ ആദ്യം ഒരു സഭ പിടിക്കാനാണ് ആദ്യം നോക്കേണ്ടത്. പലർക്കും അതുപോലെ ടൈമുകൾ ഓവറായി പറക്കുന്നുണ്ട്. പന്തയത്തിൽ
ഔട്ടായി പോകുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ ഒരുപാട് കാണുന്നത്. അപ്പോൾ ഇംബായ്ക്ക് ചെയ്ത് അതായത് വളരെ നല്ല കാര്യം എന്താണ്, ആ സഭ പിടിച്ചതിന് ശേഷം ഇംബായ്ക്കയ്ക്ക് നമ്മുടെ പന്തയം വളരെ ലക്കാണ്. ഇപ്പോൾ പലരും പറയാൻ തുടങ്ങി നിങ്ങളുടെ പന്തയം ഇംബായ്ക്കയ്ക്ക് ലക്കാണെന്ന്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പാലക്കാട് ജില്ലയിൽ പ്രത്യേകിച്ച് പാലക്കാട് നല്ലൊരു ടൈം പറപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു സ്ഥലമാണ് പാലക്കാട്. പലരും ഇപ്പോൾ 2004 നാഷണൽ ടൂർണമെൻറ്റിൽ കല്യാൺ ടൂറിസ്റ്റ് ഹോം, അതായത് കുട്ടാട്ടൻ പറപ്പിച്ച് കല്യാൺ ടൂറിസ്റ്റ് ഹോമിൽ 20 മണിക്കൂർ മേലെ പറപ്പിച്ചത്. ആ ഒരു ടൈം വളരെ വർഷങ്ങളെടുത്തു. എനിക്ക് തോന്നുന്നു 2018-19 തോന്നുന്നു വെണ്ണക്കര പ്രദീപ് സതീഷ് അങ്ങനെ ഉള്ള ഒരു കൂട് 21 സംതിങ് പറപ്പിച്ചിട്ട് അടിച്ചത്. അപ്പോൾ ഇത്രയും വർഷം നീണ്ടു അടിക്കും, 13 വർഷത്തോളം നീണ്ടിട്ടാണ് ആ ടൈം അടിച്ചത്. അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ട് എല്ലാവരും 20 മണിക്കൂർ മേലെ പാലക്കാട് വരുന്നുണ്ട്. ഇപ്പോൾ കറുകോടി രാജേഷ് 25 സംതിങ് പറപ്പിച്ചു. അതിനുശേഷം ഫൈസൽ, രക്കപ്പെട്ട ബ്രദേഴ്സ്, നിശാന്ത് വിഷ്ണു, ഫൈസൽ, അങ്ങനെ അവരടങ്ങിയ രക്കപ്പെട്ട ബ്രദേഴ്സ് കഴിഞ്ഞ വർഷം 27 സംതിങ് പറപ്പിക്കാൻ സാധിച്ചു. അത് ഈ വർഷം ഇബ്രാഹിം പേഴുങ്കര 33 സംതിങ് 20 പോയി 30 മണിക്കൂർ മേലെ ഇട്ടിട്ട് അടിക്കാൻ പറ്റി. അപ്പോൾ ഇനി വരും വർഷങ്ങളിൽ ഇതും അടിക്കും. കാരണം പാലക്കാട് അത്രയും പ്രാവ് വളർത്തുകാർ പ്രാവിനെ ശ്രദ്ധിച്ച് പ്രാവിന് വേണ്ടി മെനക്കെട്ട് പറപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പാലക്കാട് ഇത് അസാധ്യമായ കാര്യമൊന്നുമല്ല, സാധ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് ഇനിയും വരും വർഷങ്ങളിൽ അത് പറപ്പിക്കാൻ ഒരുപാട് പേര് പാലക്കാട് തന്നെ ഉണ്ടാവും എന്നത് ഉറപ്പുണ്ട്. ഒരു വേൾഡ് റെക്കോർഡ് തന്നെയാണ്. 33 മണിക്കൂർ ഇതുവരെ ആരും പറപ്പിച്ചിട്ടില്ല. ആ ഒരു ടൈം പറപ്പിച്ചിട്ട് മൂപ്പർക്ക് എല്ലാവരെയും വിളിച്ച് നല്ല രീതിയിൽ ഒരു സദ്യ കൊടുക്കാൻ പറ്റി. അത് വളരെ നല്ല കാര്യം. അതുപോലെ തന്നെ ഇബ്രാഹിം പേഴുങ്കരയുടെയും അതുപോലെ അനിയൻ ഷിഹാബിൻ്റെയും ഇബ്രാഹിം പേഴുങ്കരയുടെയും നമുക്ക് പറയാതിരിക്കാൻ വയ്യ. അവർ ചെയ്യുന്ന കഷ്ടപ്പാട് എല്ലാവരും, അവരെന്നല്ല പ്രാവുളത്തുകാർ മൊത്തം അനുഭവിക്കുന്ന കഷ്ടപ്പാട് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. എങ്കിലും അവർ ഈ സീസൺ സമയത്ത് അവരുടെ പണി നിർത്തി ഫുൾ ടൈം പ്രാവ്, അതായത് രാത്രി ഉറക്കൊഴിച്ച് ഓരോ ആളുകൾ ഓരോ ദിവസം, അതായത് അനിയനാണ് ട്രെയിൻ ചെയ്യുന്നത്. അനിയൻ വളരെ രാത്രി ഫുള്ളായിട്ട് ഇരുന്ന്, അനിയനാണെങ്കിലും ഇബ്രാഹിം ആണെങ്കിലും രണ്ടുപേരും ഇരുന്ന് രാത്രി ഉറക്കമൊഴിച്ചിരുന്ന് പറപ്പിച്ച് അതിൻ്റെ കഷ്ടപ്പാട്. അതുപോലെ നമ്മൾ 1-2 പ്രാവ് ഉണ്ടെങ്കിൽ തന്നെ അതിനെ കൈത്തീന് കൊടുക്കാനും അതിൻ്റെ ബുദ്ധിമുട്ട് നമുക്കറിയാം. ഇവർ ഇത്രയും പ്രാവുകൾ, അതായത് ഒരു പ്രാവല്ല, ഓരോ ടൂർണമെൻറ്റിനും ഓരോരോ പ്രാവുകൾ, ഓരോ സെറ്റ് പ്രാവുകളാണ് വിടുന്നത്. അപ്പോൾ ഇത്രയും പ്രാവുകൾക്ക് കൈത്തീനും കൊടുത്ത് അതിനെ വളരെ നല്ല രീതിയിൽ ഒരു പൊട്ട് ചളി പോലും പിടിക്കാതെ, പ്രാവുകളെ പിടിക്കാതെ ഒരു പൊട്ട് ചളി പോലും ഇല്ലാതെ അവർ ട്രെയിൻ ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയും അവരുടെ കഴിവ് തന്നെയാണ്, അവരുടെ കഷ്ടപ്പാട് തന്നെയാണ്. അതിനുള്ള ഒരു ഫലമാണ് അവർക്ക് കിട്ടിയത്. അപ്പോൾ ഇനി വരും വർഷങ്ങളിൽ പാലക്കാട് ഇതുപോലുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർ ഇനിയും പറപ്പിക്കുമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ഇബ്രാഹിം പേഴുങ്കരയ്ക്ക് നന്ദി. 33 മണിക്കൂർ പറപ്പിച്ച ഇമ്പായ്ക്കയ്ക്ക് മണപ്പുളിക്കാവ് കമ്മിറ്റി വക ഒരു നന്ദി അറിയിച്ചു കൊള്ളുന്നു. ഞങ്ങൾ കമ്മിറ്റി മെമ്പേഴ്സാണ്. അതേപോലെ ഇനിയും ഇതിൽ കൂടുതൽ പറപ്പിക്കാൻ വേണ്ടി നല്ലൊരു സമയം ഇടാൻ വേണ്ടി മണപ്പുളിക്കാവ് കമ്മിറ്റിൻ്റെ വക ഒരറിയിപ്പ്. അതേമാതിരി ഈ 33 മണിക്കൂർ പറപ്പിച്ചതിൻ്റെ ഇതിലായിട്ട് ഇത്രയും എല്ലാ കമ്മിറ്റിക്കാരനെയും വിളിച്ച് വലിയൊരു സ്വീകരണം നൽകിയ ഇമ്പായ്ക്കയ്ക്ക് മണപ്പുളിക്കാവിൻ്റെ വക നന്ദി അറിയിച്ചു കൊള്ളുന്നു. അപ്പോൾ ഇബ്രാഹിം പേഴുങ്കരയുടെ നല്ലൊരു ഇൻ്റർവ്യൂ ആണ് നിങ്ങൾക്ക് ലഭിച്ചത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. ഇനി കുട്ടിപ്പറവ എന്ന് പറയുന്ന ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു